ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമാകുന്ന ഒരു നല്ല ദിവസത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഏവർക്കും, ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇങ്ങനൊരു ദിവസം നമുക്ക് ദാനമായി നൽകിയ ദൈവത്തിന് ഞാൻ എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ പ്രത്യേകിച്ച് നന്ദി കരയറ്റുകയാണ്. അനുഗ്രഹീതമാകുന്ന ഒരു ദിവസം ദൈവത്തിൻ്റെ സന്ദേശവുമായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയല്ലോ. ആ വലിയ ഭാഗ്യത്തെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. മുഖവുരകൾ പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. വേദപുസ്തകത്തിൽ നിന്നും ചില ചിന്തകളെ ഈ ദിവസം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവയേവരും പ്രാർത്ഥനയോടെ ഇരുന്ന് സഹകരിപ്പാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്നു, നിങ്ങളോട് അപേക്ഷിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യവും വായിച്ച് ഇന്ന് ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2-ാം അധ്യായം 10-ാമത്തെ വാക്യം: യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു, അവൻ ആകാശത്ത് നിന്ന് അവരുടെ മേൽ ഇടിവെട്ടിക്കുന്നു. യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു, അവൻ ആകാശത്ത് നിന്ന് അവരുടെ മേൽ ഇടിവെട്ടിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹവാനായ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായി സ്തോത്രം. കർത്താവ് തന്നിരിക്കുന്ന ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രതികൂല സാഹചര്യത്തിന്റെ നടുവിൽ ഞങ്ങൾക്ക് ദൈവത്തെ പ്രാർത്ഥിപ്പാനും സാക്ഷീകരിപ്പാനും ആരാധിപ്പാനും ഒരു ദിവസം കൂടെ ദൈവം സമ്മാനമായി നൽകിയല്ലോ, അതിനായി സ്തോത്രം. കേൾവിക്കാരാകുന്ന എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. അടിയൻ നിന്റേതാണല്ലോ, ആത്മാക്കൾ നിന്റേതാണല്ലോ. കൃപയാൽ എൻ്റെ ദൈവം നിറയ്ക്കും, അനുഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ വേദപുസ്തകത്തിൽ 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ് നാം വായിച്ചു കേട്ടത്. അതിൽ 2 കാര്യമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് അവിടെ പഠിപ്പിക്കുന്നത്. 1 തകർന്നു പോകും, 2 ഇടിവെട്ടിക്കും. തകർക്കുക, ഇടിവെട്ടിക്കുക, അതിനെ ഇന്നത്തെ എൻ്റെ ചിന്താ വിഷയം ദൈവത്തിൻ്റെ കഠിനവാശി എന്നുള്ള ഒരു വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പലപ്പോഴും ഈ ഭാഗം പറയുന്നതിന് വേണ്ടി പല ദൈവദാസന്മാര് അറപ്പോടുകൂടെയാണ് ഈ ഭാഗം ചിന്തിക്കുന്നത്. കാരണം പലർക്കും കഠിനവാശി, ദൈവത്തിന്റെ വാശിയെക്കുറിച്ച് പ്രസ്താവിപ്പാൻ തക്കവണ്ണം കഴിയുന്നില്ല. കഠിനവാശി എന്താണ്, അല്ലെങ്കിൽ ദൈവം പകരം വീട്ടുന്ന ദൈവമാണോ എന്ന് പറയാൻ മടി കാണിക്കുന്നു. സഭയിലായാലും മറ്റു മീറ്റിങ്ങുകളിലായാലും ദൈവം കഠിനവാശിക്കാരനാണോ എന്ന് ജനത്തിന് തോന്നിപ്പോകുമാറ് പലരും അത് മറച്ചു വച്ചിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. പലരും ആഗ്രഹിക്കുന്ന ഒന്ന് 70 വട്ടം ക്ഷമിക്കും എന്നുള്ള വിഷയങ്ങളാണ് പൂർണ്ണമായും പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ 70 വട്ടം ക്ഷമിക്കും, എല്ലാ ക്ഷമയും നഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ദൈവം തകർക്കാൻ തീരുമാനിച്ചത് എന്ന് ആരും പറയാറില്ല. ഞാൻ പറയട്ടെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ക്ഷമ നഷ്ടപ്പെടുമ്പോൾ, ക്ഷമ എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മിൽ ഇല്ലാതാകുമ്പോൾ, ക്ഷമയ്ക്കപ്പുറത്ത് ഒരു വാശി നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. അത് തന്നെയാണ് സ്വർഗത്തിലെ ദൈവവും ഇന്നത്തെ ഈ വിഷയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ക്ഷമ ജീവിതത്തിൽ നഷ്ടപ്പെടുകയാണ്. 70 വട്ടം എന്ന് പറയുമ്പോൾ 49 ആകട്ടെ, 490 ആകട്ടെ, 4900 ആകട്ടെ, എത്ര തന്നെ ക്ഷമിക്കുവാനും കഴിവുള്ളൊരു ദൈവമുണ്ട്. പക്ഷേ അപ്പുറത്ത് പാപത്തിന്റെ പ്രവൃത്തികളും ദുഷ്പ്രവൃത്തികളും ദൈവത്തെ മറത്ത് പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ക്ഷമിക്കുന്നതിന് ദൈവത്തിനൊരു പരിധിയുണ്ട്. പരിധിക്കപ്പുറത്ത് നാം പലതും ചെയ്തു കൂട്ടുകയാണ്. ഇത് കാണുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മെക്കുറിച്ച് ശിക്ഷിക്കാതിരിക്കാൻ അവന് തരമില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ചിന്താ വിഷയത്തിന്റെ മുഖവുരയായി ഞാൻ പറഞ്ഞത്, ദൈവം നമ്മെ വാശിയോടെ ശിക്ഷിക്കുന്ന ഒരു ദൈവവും കൂടെ തന്നെയാണ്. ക്ഷമിക്കുന്ന ഒരു ദൈവമാണ്, പക്ഷേ അതിനപ്പുറത്ത് വാശിയോടെ, കഠിനവാശിയോടെ ശിക്ഷിക്കുന്ന ഒരു ദൈവം തന്നെയാണ്. അതിൻ്റെ ചില കാര്യങ്ങൾ വേദപുസ്തകത്തിലൂടെ ചില ചിന്തകൾ നിങ്ങളെ അറിയിക്കുവാൻ ഈ സമയം ഞാൻ ആഗ്രഹിക്കുന്നു. നാം വായിച്ചു കേട്ടല്ലോ. ആമേൻ. യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു, അവൻ ആകാശത്ത് നിന്ന് അവരുടെ മേൽ ഇടിവെട്ടിക്കുന്നു. തകർന്നു പോകുക, ഇടിവെട്ടിക്കുക. എന്താ തകർക്കുക എന്ന് പറയുന്നത്? സാധാരണ അത് ഇല്ലാതാക്കുക. ഇടിവെട്ടിക്കുക എന്ന് പറയുമ്പോൾ ആകാശത്ത് നിന്നും
ഭൂമിക്ക് മുകളിൽ ആകാശത്തു നിന്നും നമ്മുടെ തലയിൽ ഇടിവെട്ട് വീഴുക എന്നുള്ളത് മാത്രമല്ല, അത്രയും അധികം കഠിനമായ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവമക്കളെ, ഒന്ന് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിനകത്ത് നാം നല്ല പ്രവൃത്തികൾ ചെയ്താൽ, നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോയാൽ, ദൈവനാമത്തിനും ദേശത്തിനും സമൂഹത്തിനും കുടുംബത്തിനും എല്ലാം നല്ല ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പലപ്പോഴും നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്റെ പിന്നിൽ നിന്ന് ആരോ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് എന്നെ തടുക്കുകയാണ്. പലപ്പോഴും തടുക്കുന്ന ശത്രു നമ്മെ കൊണ്ട് ആകാത്ത വഴികളിലൂടെ സഞ്ചരിപ്പിക്കുന്നു, ആകാത്ത ചിന്തകളിലൂടെ നമ്മെ കൊണ്ടുപോകുന്നു, ആകാത്ത പ്രശ്നങ്ങളിൽ നമ്മെ അകപ്പെടുത്തുന്നു, ആകാത്ത പല പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. പക്ഷേയോ അത് പിശാചാകുന്നവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിട്ട് പലപ്പോഴും അതിൽ നിന്ന് പിന്തിരിയാതെ ദൈവത്തെ എതിർത്തു പറഞ്ഞ്, ദൈവത്തെ സ്വീകാര്യമല്ലാതെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ്, ദൈവത്തിന്റെ കൽപ്പനകളെ നിരസിച്ച് ആർക്കും വേണ്ടാത്ത ഒരു മാനുഷിക സ്വഭാവമായി ജനം മാറുകയാണ്. അവന്റെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും മാനസാന്തരമില്ല. പക്ഷേ മാനസാന്തരം ഉണ്ടെന്ന് മറ്റുള്ളവരുടെ ഇടയിൽ അവൻ കാണിക്കുന്നുണ്ട്. അവന്റെ ജീവിതത്തെ അവൻ പ്രത്യേകിച്ച് ഒന്ന് എടുത്തു കാണിക്കുന്നു. ഞാൻ പെർഫെക്റ്റ് ആണ്, എന്റെ ജീവിതത്തിൽ ഒരു കുറവുമില്ല, ഞാൻ വളരെ നല്ല വക ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും അവന്റെ ജീവിതത്തെ മറ്റുള്ളവർ കാണുക നന്നായി അഭിനയിക്കുന്ന വിധത്തിൽ, ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു സിനിമാക്കാരൻ അല്ലെങ്കിൽ ഒരു സീരിയലുകാരൻ അഭിനയിക്കുന്നത് പോലെ അഭിനയിച്ചു കാണിക്കാറുണ്ട്. പക്ഷേ അവന്റെ ജീവിതത്തിനകത്ത് ക്രിസ്തുവാകുന്ന യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? യേശുവിന്റെ നന്മകൾ അവന്റെ ജീവിതത്തിനകത്തുണ്ടോ? യേശുവിന്റെ പ്രവൃത്തികൾ അവന്റെ ജീവിതത്തിനകത്തുണ്ടോ? ദൈവം പഠിപ്പിച്ച പാഠങ്ങൾ അവന്റെ ജീവിതത്തിനകത്തുണ്ടോ എന്ന് നാം നോക്കിയാൽ നിശ്ചയമായിട്ടും ഇല്ലാത്തൊരവസ്ഥയുടെ നിലവിൽ ദൈവത്തിന്റെ നാമത്തിൽ പ്രകോപിപ്പിക്കുന്നവനായി, ദൈവത്തെ പ്രകോപിപ്പിക്കുന്നവനായി, ദൈവത്തിന്റെ മുൻപിൽ അവൻ ഏറ്റവും മോശമായ ഒരു അനുഭവത്തിലൂടെ കടന്നുപോകുന്ന നാളുകൾ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ഈ ഭാഗം ചിന്തിക്കുമ്പോൾ 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം, ഏലി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ചാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഏലി എന്ന് പറയുന്ന പുരോഹിതനാണ്. പക്ഷേ ആ വേദപുസ്തക ചിന്തകളിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം പുരോഹിതനാണ്, പക്ഷേ അദ്ദേഹം ന്യായാധിപനാണ്. പുരോഹിതൻ, സഭയിലെ പുരോഹിതൻ, പക്ഷേ അദ്ദേഹം ന്യായാധിപൻ, ഒരു ജഡ്ജിയും കൂടെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, പുരോഹിതനായിരിക്കെ തന്നെ ന്യായാധിപൻ എന്ന് ജോലി ചെയ്യുന്ന, ആ സേവ ചെയ്യുന്ന ഒരു മനുഷ്യനും കൂടെയായിട്ടാണ് ഏലി ഇവിടെ വേദപുസ്തകത്തിൽ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം പുരോഹിത വേല ചെയ്തു, ന്യായാധിപ വേല ചെയ്തു. എന്നാൽ ഏകദേശം 98 വയസ്സോളം ഈ ഭൂമുഖത്ത് ജീവിച്ചു. അവസാനം തന്റെ കുടുംബത്തിൽ വന്ന ചില പ്രശ്നങ്ങളാൽ നിമിത്തം അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുവാൻ ഇടയായി തീർന്നു. ഞാൻ വിശദീകരിക്കാം. ഇന്ന് ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ദൈവമക്കളെ, നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് കുടുംബത്തിനകത്ത് ചില പോരായ്മകൾ വരാറുണ്ട്. പുരോഹിതന്മാരുടെ ശുശ്രൂഷകൾ നാം അനുഭവിക്കുന്നുണ്ട്. പക്ഷെയോ പുരോഹിതന്മാർ സഭയിൽ പറയുന്നത് നാം കേൾക്കാറില്ല. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഏലി എന്ന് പറയുന്ന പുരോഹിതൻ, അദ്ദേഹത്തിന്റെ 2 മക്കൾ കാണിക്കുന്ന ചില മോശമായ പ്രവൃത്തികൾ നിമിത്തം ഏലിയുടെ കുടുംബം എന്നേക്കുമായി ഇല്ലാതാകുന്ന ഒരവസ്ഥയാണ് വേദപുസ്തകത്തിലൂടെ നമുക്ക് പഠിപ്പാനും ചിന്തിപ്പാനായി കഴിയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്രയോ കുടുംബം ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നു, എത്രയോ കുടുംബം ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നു, എത്രയോ കുടുംബ അന്തരീക്ഷങ്ങൾ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നു. മക്കളായാലും ഭാര്യയായാലും മറ്റു രീതിയിലുള്ള പ്രവർത്തന മേഖലകളിലൊക്കെ കുടുംബാന്തരീക്ഷങ്ങൾ തകർന്നു പോകുന്നതിന്റെ ഫലമായിട്ട് ഈ ഭൂമുഖത്ത് എത്രയോ പേർ തകർന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കുമ്പോൾ ഇന്ന് തന്നെ, ഇന്നത്തെ 2023 ഒരു അടിസ്ഥാന രീതി അനുസരിച്ച് നോക്കിയാൽ, പണ്ട് കാലത്തൊക്കെ മദ്യം, മയക്കുമരുന്ന് ഇതൊക്കെ ഉണ്ടായിരുന്നു, കഞ്ചാവ് ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ മാറി, കഞ്ചാവ് മാറി, മാത്രവുമല്ല മയക്കുമരുന്ന് പോയി, മദ്യം പോയി. ഇപ്പൊ LSD എന്നും MDMA എന്നും പേര് പറഞ്ഞ് ഓമന പേരുകളിട്ട് നമ്മുടെ നാട്ടിലേക്ക് വിപണിയിലെത്തുമ്പോൾ നമ്മുടെ തലമുറകൾ എത്രയോ പേര് ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ എത്രയോ പേർ കഴിച്ച് നശിച്ചുകൊണ്ടിരിക്കുക. ആ കാലഘട്ടത്തിന് നടുവിലാണ് ജനം ഇന്ന്
പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏലി എന്ന് പറയുന്ന പുരോഹിതന്റെ ഭവനത്തിൽ വേദപുസ്തകത്തിലൂടെ നാം വായിക്കുന്ന സാഹചര്യം പഠിക്കുമ്പോൾ 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നു, ഞാൻ കൊന്നുകളയും എന്ന് യഹോവ അരുളിച്ചെയ്യുകയാണ്. യഹോവ പറയുന്നു, ഞാൻ കൊന്നുകളയും. എന്തുകൊണ്ട്? ഏലിയുടെ 2 മക്കൾ ഹെഫ്നിയും ഫിനെഹോസ് എന്ന് പറയുന്ന 2 മക്കൾ കാണിക്കുന്ന ചില കോപ്രായങ്ങൾ നിമിത്തം ദൈവം പറയുന്നു, ഞാൻ കൊല്ലും എന്ന് പഠിപ്പിക്കുകയാണ്. ആരാ പറയുന്നത്? മനുഷ്യനല്ല പറയുന്നത്. മനുഷ്യനാണെങ്കിൽ നമുക്ക് എതിർത്ത് നിൽക്കാമായിരുന്നു. മനുഷ്യനാണെങ്കിൽ നമുക്ക് പലപ്പോഴും മനുഷ്യന്റെ തോളത്ത് അല്ലെങ്കിൽ മനുഷ്യന്റെ മുഖത്ത് നോക്കി നീ അത് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് അതിനെ മാറ്റി നിർത്താമായിരുന്നു, അല്ലെങ്കിൽ അവനെ ശകാരിച്ച് മാറ്റി നിർത്താമായിരുന്നു, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ എന്തെങ്കിലും കേസ് കൊടുത്ത് അതിനൊരു മാറ്റം സംഭവിക്കാമായിരുന്നു. പക്ഷേ ഈ ലോകത്ത് കാണുന്ന ഒരു മനുഷ്യ സമൂഹമല്ല ഏലിയുടെ മുഖത്ത് നോക്കി പറയുന്നത്, നിന്റെ മക്കൾ തെറ്റ് കാണിച്ചത് കൊണ്ട് അവരെ കൊന്നുകളയുമെന്ന് പറയുന്നത് മനുഷ്യനല്ല, സ്വർഗത്തിലെ ദൈവമാ. ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സ്വർഗത്തിലെ ദൈവം ഒരു പുരോഹിതന്റെ മുഖത്ത് നോക്കി, ഒരു ന്യായാധിപന്റെ മുഖത്ത് നോക്കി സൃഷ്ടിതാവുന്ന ദൈവം പറയുന്നു, ഞാൻ നിന്റെ സന്തതിയെയും നിന്റെ കുടുംബത്തെയും കൊന്നുകളയും. എത്ര പേരെന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു? എത്ര പേരെന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു? ഓർത്തു നോക്കിയേ, നിന്റെ കുടുംബത്തെ ഞാൻ നശിപ്പിച്ചു കളയും. എന്തുകൊണ്ടാണ് ദൈവം തന്റെ കുടുംബത്തെ നശിപ്പിച്ചു കളയും എന്ന് പറയാൻ കാരണം? വിശുദ്ധ 1 ശമൂവേലിന്റെ പുസ്തകം തന്നെ 2-ാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ സ്തോത്രം, ഏലിയുടെ കുടുംബ ചരിത്രവും അതിന്റെ പശ്ചാത്തലവും കടന്നുപോയ കാര്യങ്ങളും വരാൻ പോകുന്ന സാഹചര്യങ്ങളെ കുറിച്ച് ആ ഭാഗം നമ്മെ നന്നായിട്ട് വിശദീകരിച്ച് പഠിപ്പിക്കുന്നുണ്ട്. 2-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പഠിപ്പിക്കുന്നത് ഏലിയുടെ മക്കൾ നീചന്മാരാണ്. ആരാണ്? നീചന്മാരാണ്. 2 മക്കളേ ഉള്ളൂ, ഒത്തിരി ഒന്നുമില്ല. 2 മക്കൾ. ഞാൻ ചിന്തിക്കുന്നത്, പണ്ട് കാലത്താണെങ്കിൽ 8, 9, 10, 11 മക്കൾ ഈ ഭൂമുഖത്ത് ജനിക്കുന്ന അപ്പനമ്മമാർ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ന്യൂക്ലിയർ ജനറേഷനാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. 2ആയി 1ആയി ചെന്നിരിക്കുന്ന കാലഘട്ടം. ഈ വേദപുസ്തകം ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ഒരു ന്യൂക്ലിയർ ഫാമിലിയുടെ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു സ്ഥിതിയെ കണ്ടിട്ടായിരിക്കാം സ്വർഗത്തിലെ ദൈവം അന്ന് 2 പുത്രന്മാരെ അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഏലിയുടെ 2 മക്കൾ, അവർ നീചന്മാർ. വേദപുസ്തകം വ്യക്തമായി പറയുന്നത് അവര് നീചന്മാരാണ്. സ്തോത്രം. അവർ നീചന്മാരാണ്. ദൈവത്തെ അനുസരിക്കാത്ത നീചന്മാർ, നീച പ്രവൃത്തികൾ ചെയ്യുന്നവർ, എന്തും ചെയ്യാൻ മടിക്കാത്തവർ. ആമേൻ. അവർ ജനിച്ചു വരുമ്പോൾ തന്നെ മോശമായ പ്രവൃത്തികളിലൂടെ അവർ കടന്നു പോകുന്നവർ, നീചമായ ഒരു അന്തരീക്ഷത്തിൽ കഴിയുന്നവർ. ആമേൻ. അപ്പൻ പ്രാർത്ഥിക്കുന്നു, അപ്പൻ ഉപവസിക്കുന്നു, അപ്പൻ ആരാധിക്കുന്നു, ദൈവസന്നിധിയിൽ ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, ജനത്തിന് ആവശ്യമായത്, ദേശത്തിന് ആവശ്യമായത് ചെയ്തു കൊടുക്കുന്നു. അതിനിടയിൽ കൂടി ജഡ്ജിയും കൂടെയാണ്, ഒരു ന്യായാധിപനാണ്. പക്ഷേ തന്റെ മക്കളെ ശിക്ഷിക്കുവാൻ തക്കവണ്ണം തനിക്ക് കഴിവില്ലാത്തൊരു സാഹചര്യത്തിന്റെ നടുവിലാണ് ഏലി പ്രവാചകൻ ഇന്ന് ദുഃഖത്തോടെ ആയിരിക്കുന്നത്. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ചേ. തന്റെ മക്കളെ കുറിച്ച് അനുതപിക്കുന്ന ഒരു പിതാവ് ഏലി, തന്റെ മക്കളാകാത്ത വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരപ്പൻ ഏലി. പുരോഹിതനാണ്, അദ്ദേഹം ന്യായാധിപനാണ്, മറ്റുള്ളവരെ ന്യായം വിധിക്കുന്നു. പക്ഷെ തന്റെ കുടുംബത്തെ കുറിച്ചോ തന്റെ മക്കളെ കുറിച്ചോ ന്യായം വിധിപ്പാൻ അവന് സാധിക്കുന്നില്ല. തന്റെ മക്കളെ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുവാൻ പിതാവിന് കഴിയുന്നില്ല. ഫിനെഹാസും ഹഫ്നിയും 2 പേരും നീചന്മാരായി മാറി. 2-ാം അധ്യായം 6-ാമത്തെ വാക്യം, അതിന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകത്തിലൂടെ പറയുന്നത് അവർ നീചന്മാരാണ്. മാത്രമല്ല, ആമേൻ, നീചന്മാരെന്ന് മാത്രമല്ല, അവർ യഹോവയെ ഓർക്കാത്തവർ. അപ്പൻ പ്രാർത്ഥിക്കുമ്പോൾ, അപ്പൻ ഉപവസിക്കുമ്പോൾ, അപ്പൻ പ്രസംഗിക്കുമ്പോൾ, അപ്പൻ ആരാധിക്കുമ്പോൾ, ജനത്തിന്റെ നടുവിൽ നിന്ന് ജനത്തിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ, ആമേൻ, യഹോവയെ കുറിച്ച് നല്ല കാര്യങ്ങളെ മറ്റുള്ളവരോട് ഉപദേശിക്കുമ്പോൾ അനുസരിക്കാത്തൊരു തലമുറ, ദൈവത്തെ ഓർക്കാത്തൊരു തലമുറ, യഹോവ എന്തെന്നറിയാത്തൊരു തലമുറ, ആ തലമുറയുടെ ഒരു പിതാവായി ഏലി പ്രവാചകൻ കഴിയുകയാണ്. നോക്കുക, സ്തോത്രം. 2-ാം അധ്യായം 13 മുതൽ വായിക്കുമ്പോൾ, അച്ഛൻ സഭയിൽ ആരാധന നടത്തുമ്പോൾ, അച്ഛൻ സഭയിൽ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ, അവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയോ മറ്റു ക്രമീകരണങ്ങളുടെ നടുവിലോ ഏതെങ്കിലും നല്ല ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ, സാധാരണ നമുക്കറിയാമല്ലോ, ഒരു വീട്ടിൽ
ആയാലും ഒരു സഭയിലായാലും വന്നുകൂടുന്ന ജനത്തിന് ആഹാരങ്ങൾ പാകം ചെയ്ത് നാം വിഭവസമർത്ഥമായി കൊടുത്തയക്കാറുണ്ട്. എന്നതുപോലെ നമ്മുടെ ഇന്നത്തെ കാലത്തുള്ള നമ്മുടെ സഭയിൽ ഒരു നല്ലൊരു ഫംഗ്ഷൻ വരുമ്പോൾ പ്രത്യേകിച്ച് ആഹാരങ്ങൾ പാകം ചെയ്ത് നമ്മുടെ സഭയിലുള്ള പ്രിയപ്പെട്ടവരെ തൃപ്തിപ്പെടുത്തുന്നത് പോലെ ഏലി പ്രവാചകന്റെ ആരാധന സഭയിലും നല്ല സ്തോത്രം വിഭവസമൃദ്ധമായ ഒരു സദ്യ നടക്കുമ്പോൾ അവിടെ ചെന്നിട്ട് മാംസങ്ങൾ വച്ചു വേവിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അന്നത്തെ കാലത്തുള്ള മൃഗങ്ങളെ, മേധസ്സുള്ള മൃഗങ്ങളെ പിടിച്ച് കൊണ്ടുവന്ന് അത് ആഹാരം പാകം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇറച്ചി കഷ്ണങ്ങൾ വാർപ്പുകളിലും ചട്ടികളിലും ഇട്ട് അതിനെ തയ്യാറാക്കുമ്പോൾ തന്റെ മക്കൾ അവിടെ വന്നിട്ട് ഇത് പ്രവാചകനുള്ളതാണ്, ഇത് പുരോഹിതനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അവർ വരുന്നത് അങ്ങനെ വെറുതെ അല്ല വരുന്നത്, മുപ്പല്ലിയുമായിട്ട് വരികയാ. 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ കലത്തിൽ അല്ലെങ്കിൽ വാർപ്പുകളിൽ ഇട്ടിരിക്കുന്ന മാംസ കഷ്ണങ്ങൾ മുപ്പല്ലി, ഏകദേശം ഒരു ശൂലം പോലെ ഇരിക്കുന്ന ഒരു വസ്തുവാ, ഒരു ഉപകരണമാ. ഇതിനെ മുപ്പല്ലി കൊണ്ട് കുത്തിയെടുത്ത് മാംസം എടുക്കും. അപ്പോൾ കാണുന്നവർ, പാകം ചെയ്യുന്നവർ ചോദിക്കും, എന്താ കുഞ്ഞെ ഈ മാംസത്തെ നീ മുപ്പല്ലി കൊണ്ട് കൊത്തിയെടുത്ത്, അതെനിക്ക് വേണം, എന്റെ പൂർവികർക്ക് വേണം, എന്റെ പിതാവിന് വേണം എന്നൊക്കെ പറഞ്ഞ് വളരെ അഹങ്കാരത്തോടെ കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ഇത് നിങ്ങൾ മനസ്സിലാക്കണം, അപ്പൻ സഭയിൽ പ്രസംഗിക്കുന്നു, അനുസരിക്കാത്തൊരു തലമുറ, കേൾക്കാത്തൊരു തലമുറ, എന്തെന്ന് അറിയാത്തൊരു തലമുറ, ഉപദേശങ്ങൾ നല്ലത് തിരഞ്ഞെടുത്ത് അത് മനസ്സിലാക്കാൻ കഴിയാത്തൊരു തലമുറ. അവർ വിചാരിക്കുന്നത് ഞാൻ സുഖിക്കുന്നത്, ഞാൻ ജീവിക്കുന്നത് അത് എൻ്റെ ഔദാര്യം കൊണ്ടാണ് എന്ന് ചിന്തിച്ച് ഈ മക്കൾ ആകാത്ത വഴിയിലൂടെ സഞ്ചരിക്കുന്നു. നോക്ക്, മാംസം കുത്തിയെടുത്ത് കൊണ്ടുചെന്ന് അപ്പുറത്ത് കൊണ്ടുപോയി കലത്തിലിട്ട് വേവിച്ച് അവർ മോശമായ രീതികളിലും പ്രവൃത്തികളിലും ഏലിയുടെ മക്കൾ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം. ദൈവമക്കളെ, അത് മാത്രമാണോ? 3-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നത് ദൈവദൂഷണം പറയുന്നവർ. പിതാവ് തന്റെ സഭയിൽ നിന്നും കിട്ടുന്ന വരുമാനത്തെ കൊണ്ട് തന്റെ മക്കൾക്ക് ഉപജീവനം കണ്ടെത്തുമ്പോൾ, അതുകൊണ്ട് നല്ല രീതിയിൽ മക്കളെ പഠിപ്പിക്കുമ്പോൾ, വിദ്യാഭ്യാസം ചെയ്യിക്കുമ്പോൾ, അവർക്ക് ആവശ്യമായ വസ്ത്രവും മറ്റുമൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ, അവർക്ക് ആവശ്യമായ രീതിയിലുള്ള സ്വത്ത് സമ്പാദിക്കുമ്പോൾ, അത് ദൈവം കൊടുത്ത നന്മയല്ലേ അദ്ദേഹത്തിന്? തന്റെ പിതാവിനോടൊപ്പം ഇരുന്ന് ആരാധിക്കേണ്ടവരല്ലേ അത്? പിതാവ് പറയുന്നത് കേൾക്കേണ്ടവരല്ലേ അവര്? അത് മാറി നിന്നുകൊണ്ട് അവർ 3:13 ദൈവദൂഷണം പറയുന്നവർ. എന്താ അവർ ദൈവദൂഷണം പറയുന്നവർ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവം കൊടുത്ത നന്മയ്ക്ക് സ്തോത്രം നന്ദി പറയുന്നവരായി തീരാതെ അവർ ദൈവദൂഷണം പറയുന്നു. സങ്കീർത്തനം 119:16 നമ്മെ എന്താ പഠിപ്പിക്കുന്നത്? അവൻ ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. അപ്രകാരം യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കേണ്ട ഈ മക്കൾ, ദൈവത്തെ സ്തുതിക്കേണ്ട ഈ മക്കൾ, അവർ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ ദൂഷണം പറയുക, ദൈവദൂഷണം പറയുക. കിട്ടുന്നത് അപ്പൻ മക്കൾക്ക് കൊടുക്കുന്നു. നമുക്കറിയാമല്ലോ, മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന മാതാപിതാക്കളല്ലേ ഇന്ന് ഈ ലോകത്തിലുള്ളത്. മക്കൾക്ക് വേണ്ടി, വരുന്ന തലമുറകൾക്ക് വേണ്ടി 1 രൂപ കിട്ടിയാൽ അടുത്ത 1 രൂപ കൂടെ കണ്ടെത്തി 2 രൂപയാക്കി എങ്ങനെ തന്റെ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കാമെന്ന് കരുതുന്ന ഒരു ലോകത്തിന്റെ നടുവിലാണ് നാം ഇന്ന് കഴിയുന്നത്. ചിന്തിച്ചു നോക്കിയേ, മക്കൾ ഇന്ന് ആകാത്ത വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നാം വായിച്ചു കേട്ടത് എന്താ? 1 നീചന്മാരാണ്, 2 ദൈവത്തെ ഓർക്കാത്തവരാണ്, 3 അവർ മുപ്പല്ലിയുമായി ചെന്ന് കലത്തിലെ മാംസം എടുത്തുകൊണ്ടുവന്ന് അവർ പ്രത്യേകിച്ച് പാകം ചെയ്ത് കഴിക്കുന്നവരാണ്. അഹങ്കാരത്തിന്റെ ഹൃദയം, അഹങ്കാരത്തിന്റെ ഹൃദയം. മാത്രമല്ല സ്തോത്രം വീണ്ടും 13-ൽ പഠിപ്പിക്കുന്നു, അവർ ദൈവദൂഷണം പറയുന്നവർ. എന്താ? അവർ ദൈവദൂഷണം പറയുന്നവർ. എല്ലാം തിന്നിട്ട് ഏമ്പക്കവും വിട്ട് ഹോട്ടായും വിട്ട് സുഖമായി കിടന്നുറങ്ങുക. നല്ല ചപ്രമഞ്ചലക്കെട്ടിൽ, നല്ല ഫാനിന്റെ കീഴിൽ, AC-യുടെ കീഴിൽ കിടന്നുറങ്ങുമ്പോൾ എന്റെ കുഞ്ഞെ നീ ഓർക്കണം, അത് ദൈവം തന്ന ആ ഒരു നന്മയാണ്, ദൈവം തന്ന അനുഗ്രഹമാണ്, ദൈവം തന്ന ആ ഒരു സമ്പൽ സമൃദ്ധിയിൽ നിന്നുമാണ് തന്റെ പിതാവ് തന്റെ മക്കൾക്ക് വേണ്ടി ശേഖരിച്ച് സമ്പാദിച്ച് കൊടുത്തതിന്റെ ഔദാര്യം പറ്റിക്കൊണ്ട് മക്കൾ സുഖലോലുപരായി കഴിയുന്നത്. നിങ്ങൾ ഇത് ഓർക്കുന്നുണ്ടോ?
കുഞ്ഞെ നീ ഇത് ഓർക്കുന്നുണ്ടോ? കുഞ്ഞെ നീ ഇത് മനസ്സിലാക്കുന്നുണ്ടോ? ഇതൊക്കെ സ്വർഗത്തിലെ ദൈവം കണ്ടിട്ടാണ് വിശുദ്ധ സുവിശേഷം നമ്മെ വേദപുസ്തകം പഠിപ്പിക്കുന്നത് പോലെ എൻ്റെ ചിന്താ വിഷയം അവിടേക്ക് വരൾച്ചുകൊണ്ടുന്നത് ദൈവത്തിന് നിന്നോടൊരു കഠിന വാശി ചെയ്യാനുണ്ട്. ദൈവത്തിന് നിന്നോടൊരു കഠിന വാശി നടത്തുവാനുണ്ട്. ഒരു വാശി ദൈവം നിന്നിലൂടെ നടത്താനുണ്ട്. ക്ഷമയെല്ലാം ദൈവത്തിന് നഷ്ടപ്പെട്ടു. ദൈവത്തിന് നിന്നിലുള്ള ഒരു ക്ഷമ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി ക്ഷമിക്കുവാൻ ഒരു വിധത്തിലും ദൈവത്തിന് പറ്റില്ല. അതുകൊണ്ടാണ് ദൈവം നിന്നെ തകർക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നോക്ക്, വേദപുസ്തകത്തിൽ ദൈവദൂഷണം പറയുന്ന മക്കൾ, ഇവർ ദൈവദൂഷണം പറയുന്നവരാണ്. രണ്ടാമത്തെ വാക്യം, 2-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, അവർ ഡംഭവും അഹങ്കാരവും നിറഞ്ഞവർ. ഡംഭമുള്ളവർ, അഹങ്കാരം. ആമേൻ. വേദപുസ്തകത്തിൽ ചിന്തിക്കുമ്പോൾ നീചന്മാരായി, ദൈവത്തെ ഓർക്കാത്തവരായി, ആകാത്ത പ്രവൃത്തികൾ ചെയ്തവരായി, ദൈവദൂഷണം പറയുന്നവരായി പോകുമ്പോൾ അതിലുപരി ഇപ്പോൾ കാണിക്കുന്നത് ഡംഭവും അഹങ്കാരവും. സഭയ്ക്കകത്ത് ഡംഭം, പുറത്ത് ഡംഭം, അഹങ്കാരം. ഞാനത് ചെയ്യും. ആരത് തടുക്കാൻ കഴിയും? ആർക്ക് എന്നോട് എന്ത് പ്രവർത്തിപ്പാൻ കഴിയും? ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയെന്ന് പറഞ്ഞ് മക്കൾ അഹങ്കരിക്കുമ്പോൾ വേദപുസ്തകത്തിലൂടെ പഠിപ്പിക്കുന്നു, അവരുടെ ഡംഭവും അഹങ്കാരവും സ്വർഗത്തിലെ ദൈവം കാണുകയാണ്. മാത്രമല്ല, ദൈവം നിന്റെ പ്രവൃത്തികളെ തൂക്കി നോക്കും. കുഞ്ഞെ, ദൈവം നിന്റെ പ്രവൃത്തിയെ തൂക്കി നോക്കും. നിന്നിൽ കുറവുണ്ടോ എന്ന് ദൈവം തൂക്കി നോക്കും. നീ മാനസാന്തരപ്പെട്ടാൽ നിനക്ക് നന്ന്, അല്ലെങ്കിൽ ഒരു കഠിനവാശി നിന്റെ ജീവിതത്തിൽ ദൈവമാണ് കർത്താവ് കൊണ്ടുവരുവാൻ പോകുകയാണ്. നിന്റെ ഡംഭവും അഹങ്കാരവും ഒന്ന് മാറ്റാമോ? കഴിച്ച നാളുകളിൽ നിന്റെ ജീവിതത്തോടുള്ള ഈ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഈ അഴുക്ക പ്രവണതകൾ, മോശമായ പ്രവണതകൾ ഒന്ന് പകൽക്കാലം ഒന്ന് മാറ്റാമോ? സ്തോത്രം. നിന്റെ ഡംഭവും അഹങ്കാരവും ദൈവം കാണുമ്പോൾ ദൈവം നിന്നെ തൂക്കി നോക്കുവാൻ ആഗ്രഹിക്കുക. ദൈവം നിന്നെ തൂക്കി നോക്കുവാൻ ആഗ്രഹിക്കുക. അവിടെ നിന്നിലുള്ള ഒരു കുറവ് ദൈവം കണ്ടുപിടിച്ചാൽ നിശ്ചയമായും അവൻ നിന്നെ ശിക്ഷിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവമക്കളെ, ഇന്ന് പകൽ നോക്കുക. എന്നാൽ 2-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് ഒന്ന് വിരൽ ചൂണ്ടുക. അവിടെ സ്തോത്രം, ഇവർ ഡംഭമുണ്ട്, അഹങ്കാരമുണ്ട്, മോശമായ പ്രവൃത്തികൾ ഇവിടെ ജീവിതത്തിലുണ്ട്. പക്ഷെ 2:22 വായിക്കുമ്പോൾ അവിടെ വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാനും പഠിക്കുവാനും കഴിയുന്നത് ആമേൻ, സ്ത്രീകളോടുകൂടെ ശയിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. അവൻ സ്ത്രീകളോടുകൂടെ ശയിക്കുന്നവനാണ്. സ്തോത്രം. ആമേൻ. സ്ത്രീകളോടുകൂടെ ശയിക്കുന്നവനാണ്. ആമേൻ. ഇതൊക്കെ കാണുമ്പോൾ അപ്പന് വളരെ ദുഃഖമാണ്. താലോലിച്ച് വളർത്തുന്ന തന്റെ മക്കൾ, ആമേൻ, സഭാരാധനയ്ക്ക് കൂട്ടി വരുമ്പോൾ കിട്ടുന്ന ചില്ലറ നാണയങ്ങൾ പെറുക്കി കൊണ്ടുവന്ന തന്റെ മക്കൾക്ക് വേണ്ടി കൊടുക്കുന്ന അപ്പൻ, ഏലി പുരോഹിതൻ, ന്യായാധിപൻ. നോക്ക്, മാംസമെടുത്ത് കുത്തി കൊണ്ടുപോയി പാകം ചെയ്യുന്നു, നീച പ്രവൃത്തികൾ ചെയ്യുന്നു, ദൈവത്തെ ഓർക്കാത്തവരായി, ദൈവദൂഷണം പറയുന്നവരായി, ഡംഭവും അഹങ്കാരവും നിറഞ്ഞവരായി മാറുന്നു. മാത്രമല്ല, ഇപ്പോഴെന്താണ്, സഭയിൽ വരുന്ന മറ്റു സ്ത്രീകളോടുകൂടെ ശയിക്കുക കൂടെ ഈ മക്കൾ ചെയ്യുന്നു. ദൈവം മിണ്ടാതിരിക്കുമോ? ദൈവം ഒരിക്കലും മിണ്ടാതിരിക്കത്തില്ല. ദൈവം ഒരിക്കലും മിണ്ടാതിരിക്കത്തില്ല. എന്നാൽ ഈ സ്തോത്ര സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സഭയിലെ പല പ്രിയപ്പെട്ടവരും പുരോഹിതനോടുകൂടെ ഏലിയോട് വന്ന് പറയുന്നു, പുരോഹിത, അല്ലെ ഏലി പ്രവാചക, നിങ്ങളൊരു കാര്യം ചെയ്യണം. നിന്റെ മക്കളെ മര്യാദയ്ക്ക് നിർത്തണം. നിന്റെ മക്കളെ നീ മര്യാദയ്ക്ക് നിർത്തണം. പറഞ്ഞു, എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എൻ്റെ 2 മക്കളും ആകാത്ത പ്രവൃത്തികൾ ചെയ്ത് ദൈവദൂഷണം പറയുന്നവരായി, ഡംഭവും അഹങ്കാരവും നിറഞ്ഞവരായി കഴിയുന്നു, എനിക്കറിയാം. നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്. ഒരു ദിവസം 2 ആൺമക്കളെയും അടുക്ക വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങളെക്കുറിച്ച് മോശമായ കേൾവി ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ അത് ചെയ്യരുത്. നിങ്ങൾ അരുത് മക്കളെ, നിങ്ങൾ അരുത് മക്കളെ. നമ്മുടെ കുഞ്ഞ് ഒരു തെറ്റ് കാണിക്കുമ്പോൾ അടുത്ത് വിളിച്ച് സ്നേഹത്തോടെ തൻ്റെ അപ്പൻ പറയുന്നത് പോലെ തൻ്റെ അമ്മ പറയുന്നു, മക്കളെ, നീ അത് ചെയ്യരുത്, നീ അത് ചെയ്യരുത്, പാപമാണ്, നീ ചെയ്യരുത്. ചെയ്താൽ സാറ് നിന്നെ അടിക്കും, അല്ലെങ്കിൽ നിന്റെ അടുത്തുള്ള മറ്റു അധ്യാപകന്മാർ നിന്നെ അടിക്കും, അല്ലെങ്കിൽ നിന്നെ ശകാരിക്കും, നീ മോശമെന്ന് പറയും, നീ ചീത്തയെന്ന് പറയും. സമൂഹത്തിൽ നീ മോശ പ്രവൃത്തികൾ ചെയ്യരുത്, സമൂഹത്തിൽ നീ മാന്യനായി നല്ല കുട്ടിയായി നീ വളരണം എന്ന് പറയുന്നത് പോലെ തൻ്റെ അപ്പൻ, സ്നേഹനിധിയാകുന്ന അപ്പൻ, 2 മക്കളെയും തൻ്റെ കരങ്ങളിൽ ചേർത്ത് പിടിച്ച്, തൻ്റെ മന്നഞ്ചോട് ചേർത്ത് പിടിച്ച് പറയുന്നു, മക്കളെ, അരുത്, നിങ്ങളെക്കുറിച്ചുള്ള മോശമായ കേൾവികൾ ഞാൻ കേൾക്കുന്നു, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതായി ഞാൻ അറിയുന്നു. ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അവർ അനുസരിച്ചില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അനുസരണക്കേടിന്റെ ഒരു തലമുറ, അനുസരിക്കാത്തൊരു തലമുറ ഈ ലോകത്തുണ്ട്. നിങ്ങൾ മറന്നു പോകരുത്. എന്ത് പറഞ്ഞാലും അനുസരിക്കാത്തൊരു തലമുറ.
നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറഞ്ഞു LSD MDMA ഈ അടുത്ത കാലത്ത് തന്നെ മണ്ഡപത്തിൻ കടവ് സ്ഥലത്ത് CSIയിലെ ഒരു അച്ഛൻ തൻ രാത്രി 10:30 വർഷാവസാനത്തെ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ കാട്ടാക്കടയിൽ നിന്നും മണ്ഡപത്തിൻ കടവിലേക്ക് വന്ന MD കഴിച്ച ഒരു യൗവനക്കാരൻ താൻ സ്കൂട്ടറിൽ വരുന്ന, അതായത് ബൈക്കിൽ വരുന്ന ഒരു കാഴ്ച അദ്ദേഹം പോലും കണ്ടിരിക്കില്ല. നിങ്ങൾക്കറിയാം, MD കഴിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ 48 മണിക്കൂർ സമയം അവൻ ഭ്രാന്തനെ പോലെ ആകുക, ഒരു ഭ്രാന്തന്റെ രീതിയിലാകുക. അവൻ്റെ ഒരു ബുള്ളറ്റോ ഒരു ബൈക്കോ ഒരു കാറോ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ബ്രേക്ക് എവിടെ, ഗിയർ എവിടെ എന്ന് അവൻ അറിയത്തില്ല. അവൻ പോകുന്നതാണ് ലോകം, അവൻ എങ്ങനെ പോകുന്നു എന്ന് അറിയത്തില്ല. അത് പറക്കുമെന്നാ പറയുന്നത്, പറക്കുമെന്ന. MD എന്ന് പറയുന്ന വസ്തു കഴിച്ചു കഴിഞ്ഞാൽ അവൻ ഈ ലോകത്തിന്റെ മുൻപാകെ അവൻ പറക്കും, അറിയില്ല അവന്റെ ജീവിതം എങ്ങോട്ട് പോകുന്നു എന്ന്. അങ്ങനെ മണ്ഡപത്തിൻ കടവിലേക്ക് വന്ന ഈ യൗവനക്കാരൻ ബൈക്കിൽ വരുമ്പോൾ എതിരെ എന്നല്ല, ഒരു സൈഡ് പറ്റി വന്ന പ്രിയാച്ചനെ കൊണ്ട് ഇടിച്ച് അദ്ദേഹത്തെ ആ സമയത്ത് ആ സ്പോട്ടിൽ വെച്ച് തന്നെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഓർത്തു നോക്ക്. പക്ഷെ ഇടിച്ചവനോ അവൻ ചില ദയനീയമായ പരിക്കുകൾ മാത്രം പറ്റി അവൻ കഴിയുന്നുണ്ട്. ഇന്ന് നീ മനസ്സിലാക്കണം, നീ അനുസരണയില്ലാത്ത പൈതല, നീ അനുസരണയില്ലാത്ത കുഞ്ഞ, നീ അനുസരണയില്ലാത്തവനാ. നീ എന്നാ ഇനി മര്യാദ പഠിക്കുന്നേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മദ്യപിക്കുവാനും മയക്കുമരുന്നും ഡ്രഗ്സിനും ഒക്കെ അടിമപ്പെട്ട് MDക്കും LSDക്കും നീ അടിമപ്പെട്ട് നിന്റെ ജീവിതം നശിച്ചു പോകുന്നു. നീ ഓർക്കുന്നുണ്ടോ? നിന്റെ മക്കൾ, നിന്റെ അപ്പൻ നിന്നെ വിളിച്ചു പറയുന്നു, മക്കളെ നീ അത് ചെയ്യരുത്, നീ അരുത്, മക്കളെ നീ അരുത്, നീ അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ നീ അനുസരിക്കുന്നുണ്ടോ? നീ വിചാരിക്കുന്നത് ഇപ്പോൾ നിനക്ക് കാണുന്ന ഈ സൗഭാഗ്യങ്ങളും ഇപ്പോൾ നിനക്ക് കാണുന്ന ആരോഗ്യവും എല്ലാം എല്ലാ കാലവും നിലനിൽക്കുമെന്ന് ഒരിക്കലുമില്ല. ഒരിക്കലുമില്ല. ഈ ആരോഗ്യവും സൗന്ദര്യവും ഈ ശരീരത്തിൽ കാണുന്നതൊക്കെ ഒരു ദിവസം അവസാനിക്കുമെന്ന് നീ മറന്നു പോകരുത്. സ്തോത്രം. ദൈവം അതിനുവേണ്ടി ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. ഏലി പുരോഹിതൻ തന്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങളെ കുറിച്ച് മോശമായ ചില കേൾവികൾ ഞാൻ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, നീ അനുസരിക്കണം, നിങ്ങൾ ഇനി ആകാത്ത വഴികളിലൂടെ സഞ്ചരിക്കരുത്, സഭയ്ക്ക് അല്ലെങ്കിൽ ദേശത്തിന് മോശമായ പ്രവൃത്തികൾ നിങ്ങൾ കാണരുത് എന്ന് പറഞ്ഞിട്ടും അപ്പന്റെ വാക്ക് കേട്ടനുസരിച്ചില്ല. എന്നാൽ ഈ ഭാഗം ഇവിടെ നിൽക്കട്ടെ. 1 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴും 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴും അവിടെ നമുക്ക് ശമൂവേലിനെ ഒന്ന് ഓർത്തു നോക്കിയേ. ഏലി പുരോഹിതന്റെ ആ സഭയിൽ, ആ പെട്ടകത്തിനടുത്ത്, അവിടെ വേദപുസ്തകത്തിൽ പറയുന്ന അവന്റെ സന്നിധിയിൽ, ദൈവ സന്നിധിയിൽ കിടന്നുറങ്ങുന്ന ഒരു പൈതലായിരുന്നു, ഒരു ബാലനായിരുന്നു ശമൂവേൽ. 1 ശമൂവേൽ 3-ാം അധ്യായം 3-ാമത്തെ വാക്യം പഠിപ്പിക്കുന്നു, അവൻ എവിടെയാ കിടന്നുറങ്ങുന്നത്? അവൻ ഈ സന്നിധിയിൽ. ഏലിയുടെ മക്കൾ കിടന്നുറങ്ങേണ്ട സന്നിധി, ഏലിയുടെ മക്കൾ കഴിയേണ്ട സന്നിധി, അവിടെ ആരാ കിടന്നുറങ്ങുന്നത്? നമ്മുടെ ശമൂവേല. സ്തോത്രം. ശമൂവേൽ അവിടെ കിടന്നുറങ്ങുന്നു. ഏലി പുരോഹിതന്റെ മക്കൾ ആകാത്ത വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏലി പുരോഹിതൻ പറയുന്ന മറ്റൊരു കുട്ടി, മറ്റൊരു ബാലൻ, മറ്റൊരു കുഞ്ഞ് ഇതാ ഏലി പ്രവാചകന്റെ ശിക്ഷണത്തിൽ ആ പടിവാതിൽക്കൽ, ആ സഭയ്ക്കകത്ത്, ആ പെട്ടകത്തിനകത്ത്, ഏലി പുരോഹിതന്റെ ആ കുടുംബത്തിനകത്ത് കിടന്നു വളരുകയാ, അവന്റെ ശിക്ഷത്വം സ്വീകരിച്ച്. ആമേൻ. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഏലി പ്രവാചകന്റെ മുൻപിൽ, ആ സന്നിധിയിൽ നമ്മുടെ ശമൂവേൽ വളരുകയാണ്. ഒന്ന് ഓർത്തു നോക്കിയ മക്കളെ, മക്കൾ കിടക്കേണ്ട സ്ഥാനത്ത് ആരാ കിടക്കുന്ന? മറ്റൊരുത്തനാ. നീ കിടക്കേണ്ട സ്ഥാനത്ത്, നീ അനുസരണ പഠിക്കേണ്ട സ്ഥാനത്ത്, നീ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കേണ്ട സ്ഥാനത്ത് മറ്റൊരുവൻ അവിടെ കിടന്നുറങ്ങുന്നു. ആരാ? ശമൂവേൽ. പക്ഷേ അവനെ അറിയാമല്ലോ, ദൈവം എന്ത് ചെയ്തു? അവനെ പേര് ചൊല്ലി വിളിച്ചു. ഏലി ഇപ്പോഴെങ്ങനെയാ? അവൻ കണ്ണുമങ്ങി, വയസ്സനായി. നിങ്ങൾ പറയുമോ കിളവനല്ലേ? ഈ കിളവന് ഇനി പറഞ്ഞ ഞാൻ എന്താ കേൾക്കേണ്ടത്? കിളവന്മാരെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു രീതിയിൽ, മോശമായ രീതിയിലാണ് പലരും ചിന്തിക്കുക. പ്രൊഡ്യൂസർ എന്നും തന്തപ്പടിയെന്നും സ്തോത്രം ഇങ്ങനെ പറയണ്ട. എനിക്ക് എന്തെല്ലാം പേരുകളിട്ട തന്തമാരെ വിളിക്കാറുള്ളത്. സ്തോത്രം. ഏലിയെ ചിലപ്പോൾ തൻ്റെ മക്കൾ അങ്ങനെ വിളിച്ചിരിക്കാം, പക്ഷേ ശമൂവേൽ അതല്ല. അവനൊരു പ്രവാചകനായിട്ട് തന്നെ കാണാനിടയായി തീർന്നു, അവനെ പുരോഹിതനായിട്ട് തന്നെ കാണാനിടയായി തീർന്നു, ഒരു ഗുരു എന്ന രീതിയിൽ തന്നെ അവനെ കാണാനിടയായി തീർന്നു. തൻ്റെ ഒരു പിതാവിനേക്കാളുപരി, ഏൽക്കാനെയും ഹന്നയെയും ഉപരി തൻ്റെ
സ്തോത്രം, ഏലിയെ തന്റെ ഒരു പിതാവിന് തുല്യം ശമൂവേൽ സ്നേഹിപ്പാനിടയായി തീർന്നു. അതുകൊണ്ട് എന്താ ചെയ്തത്? സ്വർഗത്തിലെ യഹോവ ശമൂവേലിനെ പേർ ചൊല്ലി വിളിച്ചു. ദൈവത്തിന്റെ വേലയ്ക്കായി പേര് ചൊല്ലി വിളിച്ചു. അവൻ ദൈവത്തിന്റെ പ്രവൃത്തികളെ അവൻ മനസ്സിലാക്കുവാനിടയായി തീർന്നു. ശമൂവേൽ അവൻ വളരും തോറും ദൈവകൃപയിൽ വളരുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു? അനുസരണയുള്ള ഒരു തലമുറ, അനുസരിക്കാത്തൊരു തലമുറ, അനുസരിക്കുന്ന ഒരു തലമുറ, അനുസരിക്കാത്തൊരു തലമുറ. ശമൂവേൽ അനുസരിക്കുന്നു, ഏലിയുടെ മക്കൾ അനുസരിക്കുന്നില്ല. അവരുടെ അഹങ്കാരം, എന്റെ പിതാവല്ലേ അച്ഛൻ, എന്റെ പിതാവല്ലേ പുരോഹിതൻ ഏലി, പിന്നെ എന്തിനാ അനുസരിക്കുന്നത്? പക്ഷേ ഇതാ നോക്ക്, ശമൂവേൽ അനുസരിക്കുമ്പോൾ ദൈവത്തിന്റെ വിളി ശമൂവേലിന്റെ അടുക്കലേക്ക് വരികയാണ്. ഒരിക്കൽ വിളിച്ചു, 2 പ്രാവശ്യം വിളിച്ചു, 3 പ്രാവശ്യം വിളിച്ചു. ഏലി കിടക്കുന്നതിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അങ്ങനെ വിളിച്ചുവോ? ഏലി പറഞ്ഞു, ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുറങ്ങിക്കൊള്ളുക. പുരോഹിതൻ ഏലി പറഞ്ഞു, നീ പോയി കിടന്നുറങ്ങിക്കൊള്ളുക. 1-ാമതും വിളിച്ചു, 2-ാമതും വിളിച്ചു, 3-ാമതും വിളിച്ചപ്പോഴും പറഞ്ഞു. 3-ാമത് വിളിക്കുമ്പോൾ ഏലി പുരോഹിതൻ പറയുന്നത്, നീ ഒരു കാര്യം ചെയ്യണം, നിന്നെ വിളിച്ചത് മറ്റാരുമല്ല, സ്വർഗത്തിലെ ദൈവം, അതുകൊണ്ട് ഇനി നിന്നെ വിളിക്കുകയാണെങ്കിൽ അടിയനിതാ കേൾക്കണമേ എന്ന് അവന്റെ മുൻപാകെ തലകുനിക്കാൻ ഏലി പഠിപ്പിച്ചു. അതനുസരിച്ച് ശമൂവേൽ അടുത്ത അമേസ്തോത്ര വിളിയിൽ, 4-ാമത്തെ വിളിയിൽ ഏലി പുരോഹിതൻ പറഞ്ഞതുപോലെ ശമൂവേലെ എന്ന് സ്വർഗത്തിലെ ദൈവം ഉയരങ്ങളിൽ നിന്ന് വിളിച്ചപ്പോൾ ആമേൻ, അവൻ തലകുനിച്ചിട്ട് പറഞ്ഞു, അടിയനിതാ കേൾക്കണമേ. സ്തോത്രം. ദൈവമക്കളെ, നിനക്ക് ഈ വിളിയുണ്ടോ എന്ന്? നിനക്ക് ഈ വിളിയുണ്ടോ? നിനക്ക് ഈ വിളിയുണ്ടോ? ആ പുരോഹിതൻ പറഞ്ഞത് നീ അനുസരിക്കാറുണ്ടോ? സഭ പറയുന്നത് നീ അനുസരിക്കാറുണ്ടോ? ദൈവവചനത്തിൽ പറയുന്ന കാര്യങ്ങൾ നീ അനുസരിക്കാറുണ്ടോ? ആവർത്തന പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവർക്ക് നന്മയാ. ദൈവത്തിന്റെ വചനം അനുസരിക്കാത്തവർക്ക് ശാപമാ. അനുസരിക്കാത്തവർക്ക് ശാപവും അനുസരിക്കുന്നവർക്ക് നന്മയുമാ. നിങ്ങൾ എത്ര പ്രാവശ്യം ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാറുണ്ട്? ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാറുണ്ട്. അത് ഇരുവയത്തിലുള്ള വാളാണ്, അത് ചുറ്റുകയാണ്, തകർക്കുന്നതാണ്, അത് ഇടിവെട്ടിക്കുന്നതാണ്. ഇന്ന് പകൽക്കാലം ചില ചിന്തകൾ വേദപുസ്തകത്തിൽ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഞാനൊരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും മാത്രമാണ് ഇന്ന് പകൽക്കാലം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നോക്കുക, ദൈവത്തിന്റെ കഠിനവാശി. എന്തുകൊണ്ടാണ് കഠിനവാശി വന്നത്? എന്തുകൊണ്ടാണ് നിന്നെ തകർക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയത്? എന്തുകൊണ്ടാണ് നിന്റെ മേൽ ഇടിവെട്ടിക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയത്? ആമേൻ, സ്തോത്രം. യോബിന്റെ പുസ്തകം വായിക്കുമ്പോഴും മറ്റൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, അനേകം രീതിയിലുള്ള പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരും. ശരി തന്നെയാ, പക്ഷേ എങ്കിൽ പോലും അതിന് ചില നീക്കുപോക്കുകളുണ്ട്. പക്ഷേ ആമേൻ, സ്തോത്രം, ദൈവത്തിന് വിരോധമായി നീ പ്രവർത്തിച്ചാൽ, ദൈവസഭയ്ക്ക് വിരോധമായി പ്രവർത്തിച്ചാൽ, ദൈവസഭയ്ക്ക് വിരോധമായി, ദൈവദാസന് വിരോധമായി നീ പ്രവർത്തിച്ചാൽ ദൈവം നിന്നെ തകർക്കുമെന്നുള്ളത് ഈ വേദപുസ്തകം നമ്മെ വ്യക്തമായി ചിന്തിപ്പിക്കുന്നുണ്ട്. ദൈവമക്കളെ, ആമേൻ, എബ്രായർ 13-ാം അധ്യായം 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ദൈവം പ്രതികാരം ചെയ്യുന്ന ദൈവമാണ്. അവന്റെ മേൽ ക്രോധ അഗ്നിയുണ്ട്. സ്തോത്രം. അവൻ പ്രതികാരത്തിന്റെ ക്രോധാഗ്നിയുമായിട്ടാണ് അവൻ നിൽക്കുന്നത്. അവന്റെ അഗ്നി നിന്റെ മേൽ ഇറക്കുവാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. പുറപ്പാട് 14 അതിന്റെ 21 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഫറവോൻ സൈന്യം മോശയെയും ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി അവൻ ഇറങ്ങിത്തിരിച്ചു. ആമേൻ. പല പ്രാവശ്യവും മോശ വിളിച്ചു പറഞ്ഞു, ഫറവോനെ, നിന്റെ അടിമനുഖത്തിൽ കഴിയേണ്ടതല്ല എന്റെ ജനം, ഇസ്രായേൽ ജനം, അവർ ദൈവത്തെ ആരാധിക്കാനാ വേണ്ടിയുള്ളൂ, അവരെ വിട്ടയക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ വിട്ടയക്കാതെ വന്നു. പക്ഷെയോ ആ ഭാഗത്തുനിന്നൊക്കെ ആമേൻ ജനത്തെയും കൊണ്ട് മോശ ഓടി രക്ഷപ്പെടുമ്പോൾ ദൈവത്തിന് ക്രോധം വന്നില്ലേ? സ്തോത്രം. ആ നദിയിൽ അവന്റെ സൈന്യത്തെ, ഫറവോന്റെ സൈന്യത്തെ എന്നേക്കുമായി മുക്കിക്കളഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. എന്നേക്കുമായി മുക്കിക്കളഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന് ക്രോധം നിന്റെ മേൽ ചെയ്യുവാൻ കഴിയും. ദൈവത്തിന്റെ ക്രോധം നിന്റെ മേൽ വരുത്തുവാൻ കഴിയും. ദൈവത്തിന്റെ ക്രോധം നിന്റെ മേൽ കൊണ്ടുവരുവാൻ കഴിയും. നിങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ഓ, ഞാനത് ചെയ്തു, ദൈവം അറിഞ്ഞില്ല, ദൈവം അതൊന്നും കാണുന്നില്ല, ദൈവം എൻ്റെ ജീവിതത്തിൽ സ്തോത്രം ഒന്നും കാണുന്നില്ല, സ്തോത്രം, ദൈവത്തിന് നിരക്കാത്തത് ഒന്നും സ്തോത്രം ഞാൻ ചെയ്യുന്നില്ല, സ്തോത്രം, ഞാൻ എന്ത് ചെയ്താലും അവൻ ഒരു ചുക്കും എൻ്റെ മേൽ ചെയ്യില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലും ദൈവത്തിന് നിന്നോട് നീരസം തോന്നിയാൽ, ദൈവത്തിന് നിന്നോട് ശത്രുത തോന്നിയാൽ അവന്റെ പ്രതികാരമെന്ന ക്രോധാഗ്നി നിന്റെ മേൽ അവൻ കൊണ്ടിടുമെന്നുള്ളതിന് സംശയമില്ല. എത്ര പേർ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു? എത്ര പേർ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു? അവന്റെ കഠിനവാശിയിൽ നിന്ന് നിനക്കൊന്ന് ഒഴിഞ്ഞു മാറാമോ? അവന്റെ കഠിനവാശിയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാമോ? ദൈവ പൈതലേ, നിനക്ക് ഒന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? യെശയ്യാവ് 43:13 ഞാനത് ചെയ്യുമാർ തടുക്കും. നമുക്കറിയാം, പ്രവൃത്തി 22-ാം അധ്യായം 3-ാമത്തെ വാക്യമൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ ശൗലിനെ ദൈവം തള്ളിയിട്ടില്ലേ?
ആമേൻ. പ്രവൃത്തി 16:25 അടിസ്ഥാനം ദൈവം കുലുക്കിയില്ലേ? യിരെമ്യാവ് 23:19 ചുഴലിക്കാറ്റിനാൽ ദൈവം ഈ ലോകത്തെ നശിപ്പിച്ചില്ലേ? നോക്ക്. ആത്മീയ സ്തോത്രം. ആമേൻ. 2004 ഡിസംബർ 26 ഇവിടെ ഒരു സുനാമി വന്നു. സ്തോത്രം. 2004 ഡിസംബർ 26 ഒരു സുനാമി വന്നു. ആമേൻ. ആമേൻ. സ്തോത്രം. നിങ്ങൾ വേദപുസ്തകം തെളിവായി യിരെമ്യാവ് 23:19 ഒരു ചുഴലിക്കാറ്റ് സമുദ്രത്തിൽ അടിച്ചൊരു സുനാമിയായി കരയെ കയറി എത്രയോ പേർ ഈ ലോകത്ത് മരിച്ചു വീണു. പ്രൈസ് ദി ലോർഡ്. 1976 ആന്ധ്രാപ്രദേശത്തിൽ ദൈവമക്കളെ ഉപദ്രവിച്ചു. ആമേൻ. ഒരു വർഷം തികഞ്ഞിൽ 1977 ദൈവം ആ ദേശത്തൊരു ചുഴലിക്കാറ്റ് അടുപ്പിച്ചു. ദൈവത്തിന്റെ ക്രോധമെന്ന ചുഴലിക്കാറ്റ്. സ്തോത്രം. ദൈവത്തിന്റെ ക്രോധമെന്ന ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശത്തിൽ ദൈവം ആമെ ചുഴറ്റിയടിച്ചു. ഞാൻ പറഞ്ഞല്ലോ, വേദപുസ്തകത്തിനൊക്കെ തെളിവാ. യിരെമ്യാവ് 23:19 പഠിപ്പിക്കുന്നു ദൈവത്തിന്റെ ക്രോധമെന്ന ചുഴലിക്കാറ്റ്. ആ ചുഴലിക്കാറ്റ് സമുദ്രത്തിൽ ആഞ്ഞടിച്ചപ്പോൾ തിരമാലകൾ സഹിതം വളരെ ഉയരങ്ങളിൽ, കിലോമീറ്ററുകൾ ഉയരത്തോളം സമുദ്രത്തിലെ വെള്ളം പൊങ്ങി ജനത്തിന്റെ മേലും വീടുകളുടെ മേലും വന്നു. എത്രയോ ആയിരക്കണക്കിന് ജനം ഈ ലോകത്ത് നശിപ്പാനിടയായി തീർന്നു. ദൈവമക്കൾക്കും ദൈവസഭയ്ക്കും എതിരായി നീ പ്രവർത്തിച്ചാൽ, ആമേൻ, ദൈവം ചിലപ്പോൾ ചുഴലിക്കാറ്റിനാൽ നിങ്ങളെ നശിപ്പിച്ചു എന്ന് വരാം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നിങ്ങൾക്കറിയാം, ആമേൻ, സ്തോത്രം, ഈ ആമേൻ നമ്മുടെ സ്വന്തം നാട് അമ്പൂരിയിൽ 2002 ആമേൻ, സ്തോത്രം, ഒരു ഭൂമി ഇളകി ഒരു കുടുംബം മൊത്തമായി നശിച്ചുപോയി. ഒരു കുടുംബം മൊത്തമായി നശിച്ചുപോയി. ആമോസ് 5:8-9 വാക്യം പഠിപ്പിക്കുമ്പോൾ ദൈവം ഭൂമിയെ ഇളക്കും. ദൈവം എന്ത് ചെയ്യും? ഭൂമിയെ ഇളക്കും. ദൈവം ഭൂമിയെ ഇളക്കുന്ന ഒരു ദിവസം വരും. ആമേൻ. അഹങ്കാരികളൊക്കെയും താളടിയാകും. മലാഖി പ്രവചനത്തിൽ പഠിപ്പിക്കുന്നു ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ആമേൻ. അഹങ്കാരികളൊക്കെ താളടിയാകും. സ്തോത്രം. നീ എത്ര അഹങ്കരിച്ചാലും, നീ എത്ര ഉന്നതനായിരുന്നാലും, എത്ര നല്ല രീതിയിൽ നീ പ്രവർത്തിച്ചാലും നിന്നെ തകർക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, നിന്നെ തകർക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് കഴിയും. ഓ, വേദപുസ്തകം തെളിവാ. വേദപുസ്തകം തെളിവാ. നിന്നെ തകർക്കാൻ ദൈവത്തിന് കഴിയും. ആത്മീയ സ്തോത്രം. ഞാൻ പറഞ്ഞു 2002 ആത്മീയ സ്തോത്രം അമ്പൂരിയിൽ ഒരു കുടുംബത്തിനെതിരായി ആത്മീയ സ്തോത്രം ദൈവം അവിടെ ആത്മീയ സ്തോത്രം തകർക്കാനിടയായി തീർന്നു. അവിടെ ചരിത്ര പശ്ചാത്തലമൊന്നും ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ കുടുംബം മൊത്തമായി തകർന്നുപോയി. നമുക്കറിയാം, ഇന്ന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നാം ചിന്തിക്കുമ്പോൾ എത്രയോ സ്ഥലങ്ങളിൽ ആത്മീയ സ്തോത്രം ഭൂമി പിളർന്നും ആത്മീയ സ്തോത്രം വൻ തിരമാലകളാലും ജനം എത്രയോ തകർന്നുപോയി. എത്രയോ നശിച്ചുപോയി. ഇന്നും പല സ്ഥലങ്ങളിലെ ദൈവമക്കൾക്കെതിരായി ഛത്തീസ്ഗഡ് തുടങ്ങിയ ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ തുടങ്ങിയ പല സ്ഥലങ്ങളിലും ഇന്ന് ദൈവമക്കൾക്കെതിരായി ആമേ ചില പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. പക്ഷേ ആമേ സ്തോത്രം, ദൈവമക്കളെ ഉപദ്രവിച്ച് അവർ തകരുന്നു എന്ന് ഈ ലോകത്തുള്ളവർ ചിന്തിച്ചാൽ അത് തെറ്റാണ്. പക്ഷെ ഒരുവൻ ഈ ലോകത്ത് തകരുമ്പോൾ 1000 ആമേ ദൈവമക്കൾ ദൈവത്തിനായി ഉയർത്തെഴുന്നേൽക്കുക. സ്തോത്രം. കാൽവരിയിൽ ആമേ കൈമാറിയ ആ ആമേ സ്തോത്രം പുണ്യാഹ രക്തം അത് തകർന്നു പോയിട്ടില്ല. അത് സ്തോത്രം ഒരു കൈത്തിരിയായി, ഒരു ദീപശിയായി ഇന്ന് ജ്വലിക്കുന്നതിന്റെ ഒരു അടയാളമായി ഇത് 1000 കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ന് ദൈവഹിതത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുക. ആമേൻ. എത്രയോ പേർ ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുക, എത്ര പേർ വളർന്നുകൊണ്ടിരിക്കുക. ദൈവഹിതത്തിനൊത്തുവണ്ണം അവർ അനുസരിക്കുന്നതുകൊണ്ട് അവർ വളർന്നുകൊണ്ടിരിക്കുക. ഒരു ജീവിതം പോലും, ഒരു കുടുംബം പോലും നാശനഷ്ടമായി പോന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഏലി പ്രവാചകന്റെ കുടുംബത്തിനകത്ത്, അല്ലെങ്കിൽ ആ സന്നിധിയിൽ, അവന്റെ ഭവനത്തിൽ, അല്ലെങ്കിൽ അവന്റെ സ്തോത്രം ആരാധനയിലെ അകത്ത്, ആരാധന സ്ഥലത്ത് ഇതാ ശമൂവേൽ കിടന്നുറങ്ങി. അവന് ദൈവവിളി കേടുവാനിടയായി തീർന്നു. എന്നാൽ കിടക്കേണ്ടവൻ കിടന്നില്ല. ആമേൻ. സ്തോത്രം. അനുസരണക്കേട് കാണിച്ച ഏലിയുടെ മക്കൾ അവർ വഷളന്മാരായി, നീചന്മാരായി, അഹങ്കാരികളായി മാറി. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തു? അവരെ കൊല്ലുവാൻ തീരുമാനിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, യൂദയുടെ പുസ്തകം നിങ്ങൾ ചിന്തിച്ചു നോക്കണം. യൂദയുടെ പുസ്തകം വായിക്കുമ്പോൾ ആമേൻ സ്തോത്രം, അതുപോലെ മത്തായി പുസ്തകം വായിക്കുമ്പോൾ അവിടെ നമുക്കറിയാം യൂദാസിന് വന്ന അനുഭവം. 33.5 തിരുവയസ്സോളം ഈ ഭൂമുഖത്ത് സഞ്ചരിച്ച് ശുശ്രൂഷ ചെയ്ത യേശു ക്രിസ്തു അവന്റെ അടുക്കൽ തോളൊരുമി, അവനോടൊരുമിച്ച് സ്നേഹനിധിയായി കഴിഞ്ഞ, അവനോടൊരുമിച്ച് സ്നേഹമായി നടിച്ച യൂദാസ് എന്ന് പറയുന്ന ശിഷ്യൻ, യൂദ എന്ന് പറയുന്ന ശിഷ്യൻ എന്ത് ചെയ്തു? യേശുവിന് അവസാന നിമിഷം ഒറ്റിക്കൊടുത്തു. ആർക്കു വേണ്ടി? അവനു വേണ്ടി, മറ്റൊരാളിന് വേണ്ടിയല്ല, പണത്തിനു വേണ്ടി.
ആമേൻ. റോമൻ ചക്രവർത്തിമാരോടൊക്കെ പറഞ്ഞത്, യേശുവിന് 33 വയസ്സായല്ലോ, അതുകൊണ്ട് 33 വെള്ളിക്കാശ് വേണം. ഇല്ല, അവർ ഉറപ്പിച്ചു. അവസാനം 30 വെള്ളിക്കാശിന് പറഞ്ഞുറപ്പിച്ചു. എന്നാൽ 30 വെള്ളിക്കാശ് അവന് എന്തെങ്കിലും രീതിയിൽ അവന് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞോ? അവൻ വിചാരിച്ചു, ഈ 30 വെള്ളിക്കാശ് കൊണ്ട് എനിക്ക് കൊട്ടാരം വാങ്ങാം, അല്ലെങ്കിൽ 10 സെന്റ് വസ്തു വാങ്ങാം, നല്ലൊരു കെട്ടിടം വയ്ക്കാം, കാറുകൾ വാങ്ങാം എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ പറ്റിയോ? ഇല്ല. എന്തു ചെയ്തു? യേശു ക്രിസ്തുവിനോട് ഒരിക്കൽ ചോദിച്ചു, യേശുവെ, നിന്നെ കാണിച്ചു കൊടുക്കാൻ പോകുന്നവൻ എന്ത് സംഭവിക്കും? ദൈവം പറഞ്ഞ മറുപടി എന്താ? അവൻ ജനിക്കാതിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. അവൻ ജനിക്കാതിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഇന്ന് ഞാൻ പകൽക്കാലം പറയട്ടെ, കുഞ്ഞെ, നീ ജനിക്കാതിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. നീ ജനിക്കാതിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. നീ ദൈവത്തെ അനുസരിക്കുന്ന ഒരു ദൈവ പൈതലായി മാറ്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലായി മാറ്. ദൈവസന്നിധിയിൽ നീ നല്ല പാഠങ്ങൾ പഠിക്കുന്ന ഒരു ദൈവ പൈതലായി മാറ്. പുരോഹിതനാകുന്ന തൻ്റെ അപ്പൻ്റെ ശിക്ഷണത്തിൽ വളർന്നു വരേണ്ട നീ സ്തോത്രം മറ്റു രീതിയിൽ വളരുന്നത് തെറ്റാണെന്നുള്ളൊരു ഓർമ്മാബോധം നമ്മുടെ മനസ്സിൽ നീ മനസ്സിലാക്കിയിട്ട് ഇന്ന് പകൽക്കാലം ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഒരു ക്ഷമാശീലത്തോടെ പൊറുക്കണമേ ദൈവമേ, എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവൻ്റെ സന്നിധിയിൽ നിന്നെ ഒന്ന് ഉടച്ച് വാർത്തെടുക്കുവാൻ നീ തയ്യാറാണെങ്കിൽ കർത്താവ് നിന്നെ ഒരിക്കലും ശിക്ഷിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ ഒരിക്കലും ശിക്ഷിക്കുകയില്ല. നോക്ക്, ഇവിടെ സ്തോത്ര ഏലിയുടെ പുരോഹിതന്മാർ വഷളത്വം പ്രവർത്തിച്ചു, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ദൈവം അവരെ ശിക്ഷിപ്പാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു വന്നല്ലോ, യൂദ എന്ത് ചെയ്തു? 30 വെള്ളിക്കാശ് അവന് കിട്ടി. യേശുവിനെ ഒറ്റിക്കൊടുത്തു. 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തു. സ്തോത്രം. യേശു ആരെന്ന് സ്തോത്രം മറ്റുള്ളവർക്ക് അറിയില്ല. അവൻ ഞാൻ കാണിച്ചു തരുന്ന, അല്ലെങ്കിൽ ഞാൻ ചുംബിക്കുന്ന ആളിനെ നിങ്ങൾ പിടിച്ചുകൊള്ളണം എന്ന് പറഞ്ഞ് വാക്കാൽ ഉറപ്പിച്ച് 30 വെള്ളിക്കാശും വാങ്ങി സഞ്ചിയിലാക്കി അവൻ വീട്ടിൽ വസിക്കുകയാണ്. ഒറ്റിക്കൊടുത്തിട്ട് ഈ പണവും സ്വരൂപിച്ച് അവന്റെ മനസ്സിൽ അവൻ ചില മനക്കോട്ടകൾ തയ്യാറാക്കുക. നേരം വെളുക്കുമ്പോൾ ഇത് കൊണ്ടുപോയി ബാങ്കിലിടണം, ഫിക്സഡ് ഡിപ്പോസിറ്റിൽ കുറച്ചിടണം, FBയിൽ കുറച്ചിടണം, എൻ്റെ മക്കൾക്ക് കുറച്ച് കൊടുക്കണം, അവിടെ ഒരു കുറച്ച് ഭൂമി വാങ്ങണം, വസ്തുവിൻ്റെ മറ്റു കാര്യങ്ങൾ ക്രമീകരിക്കണം, വീടിൻ്റെ 2ാമത്തെ നില പണിയണം. ഇങ്ങനെയൊക്കെ കുറേ ആസൂത്രണ പരിപാടികൾ യൂദ ചെയ്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അവൻ വീട്ടിൽ യേശുവിനെ, നീതിമാനായ യേശുവിനെ, കുറ്റം ചെയ്യാത്ത യേശുവിനെ, സ്തോത്രം നിനക്ക് വേണ്ടി സ്തോത്രം പല നല്ല കാര്യങ്ങളും ചെയ്ത യേശുവിനെ ഒറ്റിക്കൊടുത്ത സ്തോത്രം വെള്ളിക്കാശ്, സ്തോത്രം വെള്ളിക്കാശ് കൊണ്ടുവന്ന് വീട്ടിൽ കിടന്നുറങ്ങും രാത്രിയിൽ, ഒരു ചരിത്രകാരന്റെ ഒരു പുസ്തകത്തിലൂടെ ഞാൻ വായിച്ചു കേൾപ്പാനിടയായി തീർന്നത്, രാത്രിയിൽ ഇവൻ കിടന്നുറങ്ങുമ്പോൾ ഇതാ ആരോ വന്നവനെ കതകിൽ തട്ടി വിളിക്കുക. യൂദായ കതകിൽ തട്ടി വിളിക്കുക. യൂദേ എന്ന് വിളിച്ചു. അവന് മനസ്സിലായില്ല. 2-3 പ്രാവശ്യം വിളിച്ചു, യൂദേ എന്ന് വിളിച്ചു. അവന് മനസ്സിലായില്ല. പിന്നീട് അവൻ ചോദിച്ചു, ആരാ എന്ന് ചോദിച്ചു. ഇവൻ വാതില് സ്തോത്രം തട്ടുമ്പോൾ ആരാ എന്ന് ചോദിച്ചു. പിന്നെ സൗണ്ട് ഇല്ല. അവൻ നോക്കിയപ്പോൾ കാണാം, ഈ സ്തോത്രം വീടിനകത്ത് അവൻ കെട്ടിവെച്ചിരിക്കുന്ന 30 വെള്ളിക്കാശിന്റെ ആ പണശീലയുടെ വള്ളി അത് പാമ്പായി ഉയർന്നു നിൽക്കുകയാ. സ്തോത്രം. അവന് സമാധാനം കിട്ടിയില്ല. അവൻ ഉറങ്ങിക്കിടന്നവനെ ഉണർത്തിയിട്ട് അവൻ നോക്കുമ്പോൾ പണശീലയുടെ വള്ളി ഒരു പാമ്പായി നിൽക്കുക. അവൻ ആ മുറിക്കുള്ളിൽ ഓട്ടിക്കുക, വീട്ടിനുള്ളിൽ ഓട്ടിക്കുക. സമാധാനമുണ്ടോ നിനക്കിന്ന്? ഈ പൈസ വാങ്ങി വെച്ചിട്ട് നിനക്കിന്ന് സമാധാനമുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഒരു സമാധാനമുണ്ടോ? നീ ആരെയാ ഒറ്റിക്കൊടുത്തത്? ദൈവദാസനെ അല്ലേ? ദൈവമക്കളെ അല്ലേ? ദൈവസഭയല്ലേ? നീ കൂടെ ആരാധിക്കേണ്ട സഭയല്ലേ നീ ഒറ്റിക്കൊടുത്തത്? നീ ആരാധിക്കേണ്ട ദൈവത്തെ അല്ലേ നീ ഒറ്റിക്കൊടുത്തത്? നീ ഹല്ലേലൂയ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് എല്ലാ നന്മകളിലും തിന്മകളിലും കൂടെ നിന്ന ഒരു ദൈവത്തെ അല്ലേ നീ ഒറ്റിക്കൊടുത്തത്? നോക്ക്, ഇപ്പൊ നിനക്ക് സമാധാനമില്ലാതെ ആ വീടിനകത്ത് കിടന്ന് കറങ്ങുകയാ. ഒരു പാമ്പ് പോലെ, സർപ്പം പോലെ, സ്തോത്രം കൊത്താൻ വരുന്നത് പോലെ മനസ്സമാധാനമല്ലോ ഓടുമ്പോൾ ഇതാ സ്തോത്രം വീടിന്റെ കതകിന്റെ അടുത്ത് വീണ്ടും യൂദാസേ എന്ന് വിളിക്കുന്നു. ഇവൻ വിളിയേക്കുന്നു. എന്താ? അത് കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്ത ആ പൈസ നിന്റെ പണശീലയിലുണ്ട്. ഇവന് സമാധാനമില്ല. നോക്ക്, എത്രയോ മനക്കോട്ടകൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. എത്രയോ നല്ല സ്തോത്രം രീതിയിൽ കഴിയേണ്ടവന്റെ മനസ്സിനകത്ത് ഈ പണം കൊണ്ട് പലതും ചെയ്യണമെന്നുള്ള മനക്കോട്ടകൾ വന്നു. പക്ഷെ നിനക്ക് സമാധാനമായി അതൊന്ന് സൂക്ഷിപ്പാൻ നിനക്ക് കഴിഞ്ഞോ? അതിനെ സ്തോത്രം നന്നായിട്ട് അതിനെ സ്വരൂപിക്കാൻ നിനക്ക് കഴിഞ്ഞോ? ഇവൻ എന്ത് ചെയ്തു? ഇവൻ വാതിൽ തുറന്നു. കാരണം ഇവിടെ സർപ്പം, പുറത്തെ ശബ്ദം. ഇവൻ ഓടുകയാ. ഓടി സമാധാനമില്ല. അതാണ് വേദപുസ്തകത്തിൽ പറഞ്ഞത്, ഇവൻ ജനിക്കാതിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഇവൻ ജനിക്കാതിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. കുഞ്ഞെ, നീ ജനിക്കാതിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. നീ ജനിക്കാതിരുന്നെങ്കിൽ കുടുംബം നന്നാകുമായിരുന്നു. നീ ജനിക്കാതിരുന്നുവെങ്കിൽ സമൂഹം നന്നാകുമായിരുന്നു. നീ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് യേശു ക്രിസ്തു പറഞ്ഞത് എന്ത് ഫലവത്തായ ഒരു വേദവാക്യമാ! സ്തോത്രം! എന്ത് ഫലവത്തായ ഒരു വേദവാക്യമാ! യൂദാസ് സമാധാനമില്ലാതെ ഓടുമ്പോൾ ഈ പണശീലയും കൂടെ തന്റെ തോളിലേറ്റിക്കൊണ്ട് ഈ സ്തോത്രം പൈസ തന്നത് ആരാണോ അവരുടെ മുമ്പിലേക്ക് കൊണ്ടിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഈ പൈസ എനിക്ക് വേണ്ട, ഈ വെള്ളിക്കാശ് എനിക്ക് വേണ്ട,
എന്ന് പറഞ്ഞ് അവിടെ മുമ്പിലേക്ക് കൊണ്ടിടുമ്പോൾ അവർ പറയുന്നു, വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് നിനക്കുള്ളതാണ്, നീ എടുത്തോ എന്ന് പറഞ്ഞു. പക്ഷേ ഈ സ്തോത്രം ഹല്ലേലൂയ കൊടുത്തവർ തന്നെ റോമൻ സാമ്രാജ്യ കറന്നത്ത രാജാക്കന്മാർ ഈ പൈസ എടുത്തിട്ട് കൊണ്ടുവന്ന് ഒരു രക്തനിലം യൂദാസിന്റെ പേര്, അതായത് മരിച്ചാൽ സ്തോത്രം മറവ് ചെയ്യുന്നതിന് വേണ്ടി അനേകം പേര്, എത്ര പേര് മരിച്ചാലും മറവ് ചെയ്ത്, നമ്മൾ ശ്മശാനം എന്ന് ഓമന പേരിൽ പറയും പോലെ മറവ് ചെയ്യുന്നതിന് ഒരു രക്തനിലം വാങ്ങി അവർ സമ്പാദിപ്പാനിടയായി തീർന്നു. നോക്ക്, എന്നാൽ ഈ സ്തോത്രം യൂദ എന്ത് ചെയ്തു? അവൻ കെട്ടിഞ്ഞാണ് ഒരു മരത്തിന്മേൽ ഓടിക്കയറി, മരം ഹല്ലേലൂയ അവനെ വിട്ടില്ല, അവിടെ കെട്ടിഞ്ഞാണ് അവൻ സ്തോത്രം തൂങ്ങി മരിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷെ കയറുപോലും അവനെ സ്വീകരിച്ചില്ല. സ്തോത്രം. ആ കെട്ടി കഴുത്തിലേക്ക് കയറിടുമ്പോൾ കയറ് പോലും അവനെ സ്വീകരിച്ചില്ല. അവൻ നിലത്തേക്ക് വീണു. അവിടെ നിലത്തുണ്ടായിരുന്നത് കുറ്റി അവന്റെ വയറ്റിലേക്ക് തറച്ച് രക്തം അല്ലെങ്കിൽ വയറ് പൊത്ത് കുടൽ തെറിച്ച് അവൻ മരിക്കാനിടയായി തീർന്നു. ദൈവത്തിന്റെ ക്രോധമല്ലേ നിന്റെ മേൽ? ദൈവത്തിന്റെ കഠിനവാശി ദൈവം നടത്തിയില്ലേ? ദൈവത്തിന്റെ കഠിനവാശി നിന്റെ ജീവിതത്തിനകത്ത് വന്നില്ലേ കുഞ്ഞെ? നീ ആരെയാ ഒറ്റിക്കൊടുത്തത്? ആരെയാ നീ തള്ളിപ്പറഞ്ഞത്? ആരെയാ നിന്ദിച്ചത്? നോക്ക്, തള്ളിപ്പറഞ്ഞ പത്രോസ് അവൻ പശ്ചാത്തപിച്ചുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ ദൈവം അവനെ സ്വീകരിച്ചു. നിനക്കൊരു പശ്ചാത്തപ ഹൃദയമുണ്ടോ? യേശുവിനെ ആരാധിക്കേണ്ട ഒരു പശ്ചാത്തപ ഹൃദയം നിന്റെ ജീവിതത്തിനകത്തുണ്ടോ? ഇന്ന് പകൽക്കാലം നീ യൂദാസിനെ പോലെ ആകരുത്, ഏലിയുടെ മക്കളെ പോലെ നീ ആകരുത്. നീ ആരാകണം? ശമൂവേൽ പാലനെ പോലെ ആകണം. നീ ഒരു ശമൂവേലിനെ പോലെ ആകണം. അവന്റെ സന്നിധിയിൽ, ദൈവസന്നിധിയിൽ ആമേ പറയുന്ന വാക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ ആയി നീ മാറണം. ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. നോക്ക്, ഇവിടെ വേദപുസ്തകത്തിൽ പറയുന്നത്, ഏലി പ്രവാചകന്റെ മക്കൾ നീചന്മാർ, കൊള്ളരുതാത്തവർ, അഹങ്കാരികൾ, ദൈവദൂഷണം പറയുന്നവർ, ടംബിച്ച് അഹങ്കാരത്തോടെ കഴിയുന്നവർ, സ്ത്രീകളോടുകൂടെ ശയിക്കുന്നവർ, ഇതൊക്കെ ദൈവത്തിന് കണ്ടപ്പോൾ സ്തോത്രം സഹിച്ചുകൂടാ. അപ്പൻ വിളിച്ചു, കുഞ്ഞിനെ വിളിച്ചു പറഞ്ഞു, മക്കളെ നിങ്ങളത് ചെയ്യരുത്, അരുത് മക്കളെ, അരുത് മക്കളെ എന്ന് കരഞ്ഞ് അവിടെ മുമ്പിൽ അപേക്ഷിച്ചു. വയസ്സ് 98 അമ്മ കണ്ണുമങ്ങിയിരിക്കുന്നു. അപ്പൻ ഒരു രീതിയിലും പോയി ശകാരിക്കാനോ അടിക്കാനോ അപ്പന് കഴിയുന്നില്ല. ഇവർ വഷളത്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം 1 ശമൂവേൽ 4-18 വാക്യം, ആമേ അതിന്റെ സ്തോത്രം 4 വാക്യം ആമേ വായിക്കുമ്പോൾ, ഇതാ പോർക്കളത്തിൽ വെച്ച് ആമേ സ്തോത്രം ആമേ ഫിലിസ്ത്യനും ഇസ്രായേൽ ജനവും കൂടെ കടന്നു പോകുന്ന മാത്രയിൽ ഏലിയുടെ 2 മക്കൾ ആമേ സ്തോത്രം ആ പോർക്കളത്തിൽ വെച്ച് മരിച്ചു വീഴുകയാ. സ്തോത്രം. പോർക്കളത്തിൽ വെച്ച് മരിച്ചു വീഴുകയാ. ആമേൻ. ദൈവത്തിന്റെ പെട്ടകം ചുമന്നുകൊണ്ട് പോകുന്ന സാഹചര്യത്തിന്റെ നടുവിൽ ആമേ സ്തോത്രം ആ പോർക്കളത്തിൽ വെച്ച് ഫിലിസ്ത്യരുടെ അടിയേറ്റ് അല്ലെങ്കിൽ വെടിയേറ്റ് അല്ലെങ്കിൽ കുന്തമേറ്റ് 2 കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുകയാ. സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഞാൻ അഹങ്കരിച്ചു പോയി കർത്താവേ, ഞാൻ ടെമ്പിച്ചു പോയി, ദൈവനാമത്തിന് വിരോധമായി ഞാൻ ചിന്തിച്ചു പോയി. കർത്താവ്, നീ അങ്ങനെ നശിപ്പിക്കാൻ എന്നെ ഇടയാക്കരുതേ. ഒന്ന് പശ്ചാത്താപ ഹൃദയം നിനക്കുണ്ടോ? ഒരു പശ്ചാത്തപിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? സ്തോത്രം. 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ സ്തോത്രം പോർക്കളത്തിൽ വെച്ച് തന്റെ 2 മക്കളും മരിച്ചു വീഴുകയാ. സ്തോത്രം. ഫിലിസ്തീനും ഇസ്രായേൽ ജനവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പോർക്കളത്തിൽ വെച്ച് 2 കുഞ്ഞുങ്ങളും 2 മക്കളും മരിച്ചു വീഴുകയാ. ഏലിയുടെ 2 മക്കൾ അവരോടൊപ്പം തന്നെ സ്തോത്രം ആദ്യ ഭാഗത്ത് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായപ്പോൾ 4000 പേർ മരിച്ചു വീണു. എന്നാൽ രണ്ടാമതൊരു ഏറ്റുമുട്ടൽ ഉണ്ടായപ്പോൾ ഏലിയുടെ 2 മക്കൾ മരിച്ചു വീണപ്പോൾ 3000 സ്തോത്രം കാലാൾപ്പട സ്തോത്രം ഏകദേശം 30,000 കാലാൾപ്പട ഏകദേശം 15,000 പേരും ഈ 2 മക്കളും കൂടെ മരിച്ചു വീണു. ഈ വസ്തുത ചില ഭൃത്യന്മാർ ഏലിയോട് വന്ന് പറഞ്ഞു. സ്തോത്രം. ഏലിയോട് വന്ന് പറഞ്ഞു, അമലയോ പ്രവാചക, അല്ലയോ പുരോഹിത, സ്തോത്രം, പോർക്കളത്തിൽ ശീലോവിലേക്ക് പെട്ടകവുമായി പോകുമ്പോൾ അവിടെ ഫിലിസ്ത്യനും ഇസ്രായേൽ ജനവും തമ്മിൽ ഏറ്റുമുട്ടി ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധമുണ്ടായ സമയത്ത് നിന്റെ 2 മക്കളും മരിച്ചുപോയി. ചിന്തിച്ചു നോക്കിയേ. ആശ്രയം മക്കളുടെ ഒരു ആശ്രയം തനിക്ക് ലഭിക്കുമെന്ന് കരുതി അപ്പൻ സ്തോത്രം മക്കളെ ഓമന മക്കളായി വളർത്തുമ്പോൾ അവർ 2 പേരും പോർക്കളത്തിൽ വെച്ച് മരിച്ചുപോയി എന്നുള്ള ദൈവനാമത്തിന് വേണ്ടി മരിച്ചതല്ല, ഈ ലോകത്തിൽ വെച്ച് അവർ മരിച്ചുപോയി. സ്തോത്രം. യുദ്ധത്താൽ മരിച്ചുപോയി. നിങ്ങൾക്കറിയാമല്ലോ 1914 മുതൽ 18 വരെ 1-ാം ലോക മഹായുദ്ധം നടന്നു. ആമേൻ. 1939 മുതൽ 49 വരെ 2-ാം ലോക മഹായുദ്ധം നടന്നു. ഇനിയൊരു മഹായുദ്ധം നടക്കാൻ പോകുന്നു, 3-ാമൊരു മഹായുദ്ധം. അത് ക്രിസ്തുവിന്റെ വരവിന്റെ നാളിലാ.
ആ മാറ്റലൂടെ ശബ്ദം ഇതാ ദാനിൽ മുഴങ്ങുക. ആ മാറ്റലൂടെ ശബ്ദം ഈ നാടങ്ങ് മുഴങ്ങുക. എല്ലായിടത്തും സുവിശേഷം മുഴങ്ങുക. മൂന്നാം ലോക മഹായുദ്ധത്തിനു വേണ്ടി ദൈവമക്കൾ കാത്തിരിക്കുക. സ്തോത്രം. പല സ്ഥലങ്ങളിലെ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കുന്നുണ്ട്. നിങ്ങൾ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരു ദൈവം നമ്മുടെ സൃഷ്ടിച്ച ഒരു തമ്പുരാൻ ഒരിക്കൽ വരും. നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതണം. ആമേൻ. ഏലി പ്രവാചകന്റെ 2 മക്കളും യുദ്ധ പടക്കളത്തിൽ വെച്ച് മരിച്ചുപോയ വസ്തുത. 30,000 പേർ, ഏകദേശം 30,000 കാലാൾ, 15,000 പേർ മരിച്ചു വീണ ആ വസ്തുത. ഏലി പ്രവാചകന്റെ സ്തോത്രം ഹല്ലേലൂയ മുന്നിലേക്ക് ചില ഭൃത്യന്മാർ പറഞ്ഞു. 1 ശമൂവേൽ 4:18 അവിടെ വായിക്കുമ്പോൾ അവിടെ സ്തോത്രം ഏലിയുടെ മുമ്പിൽ വന്ന് പറഞ്ഞു. അവൻ ദുഃഖിച്ച് കരയുക. സ്തോത്രം. ആമേൻ. അച്ഛന് ദുഃഖിച്ച് കരയല്ലാതെ എന്താ ചെയ്യേ? കാരണം പറയേണ്ടതൊക്കെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. അവൻ പ്രസംഗത്തിലും പലതും പറഞ്ഞു കഴിഞ്ഞു. വിളിച്ച് അവൻ നേരിട്ട് ഉപദേശങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അനുസരിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അനുസരിക്കാത്തൊരു തലമുറയാണ് ഇന്ന് ഈ ലോകത്തിലുള്ളതെന്ന് നീ മറന്നു പോകരുത്. നിങ്ങൾക്കറിയാമല്ലോ 2 രാജാവ് 2:23, ഞാൻ സ്തോത്രം ദീർഘിപ്പിക്കുന്നില്ല. 2:23 വായിക്കുമ്പോൾ അവിടെ എലീശ പ്രവാചകൻ ബഥേലിലൂടെ കടന്നു പോകുമ്പോൾ 42 ബാലന്മാർ, 2 പെൺകരടികൾ. നോക്ക്, പുരുഷന്മാരെ തകർക്കാൻ വരുന്ന ആരാ? സ്ത്രീകളാ, അല്ലേ? ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതാ. പുരുഷന്മാരെ തകർക്കാൻ വരുന്നത് സ്ത്രീകളാ. 42 ബാലന്മാരെ നശിപ്പിക്കുന്നതിന് വേണ്ടി, മൊട്ടത്തലയ എന്ന് വിളിച്ച് ആക്ഷേപിച്ച 42 ബാലന്മാരെ നശിപ്പിക്കുന്നതിന് വേണ്ടി 2 പെൺകരടികളെ സ്വർഗത്തിലെ ദൈവം വനത്തിൽ നിന്ന് ഇറക്കി. സ്തോത്രം. ഹല്ലേലൂയ. മൊട്ടത്തലയ എന്ന് ആക്ഷേപിച്ച 42 ബാലന്മാരെ തകർക്കാൻ സ്വർഗത്തിലെ ദൈവം 2 പെൺകരടിയെ ബഥേലിലേക്ക് ഇറക്കി. എന്നാൽ നമ്മുടെ എലീശയ്ക്ക് ഒരു ദോഷവും വരുത്തിയില്ല. 42 ബാലന്മാരെയും 2 പെൺകരടികൾ കൊന്നുകളഞ്ഞു. സ്തോത്രം. 42 ബാലന്മാരെയും 2 പെൺകരടികൾ കൊന്നുകളഞ്ഞു. ഒന്ന് ചിന്തിക്കണമേ. ഞാൻ സ്തോത്രം. ഇവിടെ ഏലി പ്രവാചകന്റെ മുന്നിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഭൃത്യന്മാർ വന്നു പറഞ്ഞു, എന്റെ പുരോഹിത, ഇതാ 2 അങ്ങയുടെ മക്കളും സ്തോത്രം ഇതാ ശീലോവിൽ വച്ച് പോർക്കളത്തിൽ വെച്ച് മരിച്ചുപോയി. ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്ത് മരിച്ചുപോയി. പോർക്കളത്തിന് മുമ്പിൽ വെച്ച് അവർ മരിച്ചുപോയി, പട്ടുപോയി. മാത്രമല്ല ആദ്യം 4,000, പിന്നെ 30,000 കാലാൾ, ഏകദേശം 15,000 പേരും അതിലൂടെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഏലി പുരോഹിതൻ അവിടെ നിന്ന് തന്റെ കണ്ണ് മങ്ങിയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് എണീറ്റപ്പോൾ, അവൻ വാതിൽ പടിയിൽ നിന്ന് ഇറങ്ങാൻ ഭാവിച്ചപ്പോൾ അവൻ അവിടെ വീണ് അവൻ മരിപ്പാനിടയായി തീർന്നു. സ്തോത്രം. തന്റെ മക്കൾ നിമിത്തം അപ്പനും കൂടെ മരിച്ചില്ലേ? തന്റെ മക്കൾ നിമിത്തം അപ്പനും കൂടെ മരിച്ചില്ലേ? നിങ്ങൾ പലപ്പോഴും കണ്ടിരിക്കുമല്ലോ, കഴിഞ്ഞുപോയ നാളുകളിൽ എത്രയോ ആയിരക്കണക്കിന് ജനം മരിച്ചപ്പോൾ ഒറ്റ കുഴിയെടുത്ത് സ്തോത്രം ആയിരക്കണക്കിന് ജനത്തെയും ഒറ്റ കുഴിയിലിട്ട് മൂടിയ അവസ്ഥ. കോവിഡിന്റെ കാലഘട്ടം വന്നപ്പോൾ സ്തോത്രം പല സ്ഥലത്തു നിന്നും സ്തോത്രം ആയിരക്കണക്കിന് ജഡങ്ങൾ കൊണ്ടുവന്ന് ഒറ്റ വലിയ കുഴിയെടുത്ത് അതിനകത്തിട്ട് കത്തിച്ചു കഴിഞ്ഞ അനുഭവം നിങ്ങൾക്കറിയാം. എന്നതുപോലെ ഇവിടെ ഒറ്റ കുഴിയിൽ 3 ശവപ്പെട്ടിയ ഏലിയും തന്റെ മക്കളും, അങ്ങനെ 3 ശവപ്പെട്ടി ഒറ്റ കുഴി. സ്തോത്രം. ദൈവത്തിന്റെ കഠിന വാശി നടത്തിയില്ലേ? ദൈവത്തെ അനുസരിക്കാത്ത ദൈവപൈതലേ, ദൈവത്തിന്റെ ഒരു കഠിന വാശി അവിടെ നടത്തിയില്ലേ? ദൈവത്തിന്റെ കഠിന വാശി നിന്റെ ജീവിതത്തിലും കുടുംബത്തിലും നിന്റെ മക്കളുടെ മേലും വരാതെ വണ്ണം സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഇരിപ്പാൻ നിങ്ങൾ ഈ പകൽക്കാലം പ്രാർത്ഥിക്കണം. ഒന്ന് മനം തിരിഞ്ഞ് വരാമോ അവന്റെ സന്നിധിയിൽ? ഹല്ലേലൂയ. ഒന്ന് മനം തിരിച്ച് അവന്റെ അടുക്കലേക്ക് ഒന്ന് വരാമോ? അവന്റെ സന്നിധിയിലേക്ക് ഒന്ന് വരാമോ? ഒരു ശമൂവേലിനെ പോലെ നിനക്കൊന്ന് മനം തിരിഞ്ഞു വരാമോ? എൻ്റെ കുഞ്ഞെ, നീ ആകാത്ത പ്രവൃത്തികളെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ആകാത്ത ജീവിതത്തെ ഇന്ന് നീ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഇന്ന് പകൽക്കാലം നിന്റെ പുരോഹിതൻ, നിന്റെ സഭ, അല്ല നിനക്ക് ദാനമായി തന്ന സഭ പറയുന്നത് നീ കേൾക്കണം. ഹല്ലേലൂയ. പുരോഹിതൻ പറയുന്നത് നീ അനുസരിക്കണം. പുരോഹിതനെ നിന്ദിക്കുന്ന അവസ്ഥ നീ ഉണ്ടാകരുത്. പുരോഹിതനെ നിന്ദിക്കുന്ന അവസ്ഥ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നിന്റെ പിതാവ് പുരോഹിതനാ. അവൻ പറഞ്ഞത് നീ അനുസരിച്ചേ മതിയാകൂ. യൂദാസിനെ പോലെ 30 വെള്ളിക്കാശിനു വേണ്ടി പണം ഹല്ലേലൂയ സമ്പാദിച്ച് മുതൽ കൂട്ടുവാൻ വേണ്ടി ഇത് നോക്കണ്ട. നീ അത് ദൈവത്തെ ഒറ്റിക്കൊടുക്കുന്നതാണ്. നീ പശ്ചാത്താപ ഹൃദയത്തോടെ മടങ്ങി വന്ന ദൈവസന്നിധിയിൽ ആരാധിച്ച് കഠിന ശാപം, കഠിന നാശം, കഠിന ശിക്ഷാവിധി, കഠിന ഉന്മൂലനാശം, കഠിനവാശി നിന്റെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് നീ ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഹല്ലേലൂയ ഒരു ദൈവപൈതലായി മാറുവാൻ ഈ സ്തോത്രം ഭാഗത്തിലൂടെ ഞാൻ അല്പം മാത്രം ചിന്തിച്ചിവിടെ അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇത്രയും സമയം അനുവദിച്ച പ്രിയ സഭ
ദേശം, ദേശവാസികൾ, കർത്താവിന്റെ ദാസൻ ഏവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങൾ ചിന്തിക്കണം, ദൈവത്തിന്റെ കഠിനവാശി നമ്മുടെ കുടുംബത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും മാറിപ്പോകണം. കഠിനവാശി നമ്മുടെ ജീവിതത്തിനകത്തുനിന്ന് മാറിപ്പോകണം. നിങ്ങൾ പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ഓർക്കുക. ദൈവം നമ്മെ ധന്യമായി ഇന്ന് പകൽ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.